Namaste. Now, welcome to this session. BPAC 134 അതാണ് നമ്മുടെ കോഴ്സ്. BPAC 134 ഇന്നലെ യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 2 എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ബ്ലോക്ക് 2 യൂണിറ്റ് 3 ആണ് എടുക്കാൻ പോകുന്നത്. യൂണിറ്റ് 3 എന്ന് വെച്ചാൽ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷൻസ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ സ്റ്റേറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മളപ്പോൾ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇന്ന് ഈ ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എങ്ങനെയാണ് പ്രവർത്തന രീതി. അപ്പോൾ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് എന്താണ്, ഓർഗനൈസേഷൻ എന്താണ്, സെക്രട്ടേറിയറ്റിൻ്റെ ഫങ്ഷൻ എന്താണ്, അത് കഴിഞ്ഞിട്ട് പൊസിഷൻ ആൻഡ് റോൾ ഓഫ് ദ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ്, അതിൽ എങ്ങനെ ഹൈറാർക്കി, ആരാണ് ഹെഡ്, അതിൻ്റെ താഴെ ആരാണ്, ഇതൊക്കെയാണ്. പിന്നെ സ്ട്രക്ചർ ഓഫ് എ ടിപ്പിക്കൽ സെക്രട്ടേറിയൽ ഡിപ്പാർട്ട്മെന്റ്, അതിനെ പറ്റിയിട്ടും ഇതിൽ പറയുന്നുണ്ട്. പാറ്റേൺ ഓഫ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ഇൻ ദ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ്. നോക്കൂ, സെക്രട്ടേറിയറ്റിൽ അനവധി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഫുഡ്, ഹോം ഡിപ്പാർട്ട്മെന്റ്, അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ അനവധി, ലോ ഡിപ്പാർട്ട്മെന്റ്, ഉരുപ്പടി ഉണ്ട്, എനർജി, അതേമാതിരിയുള്ള പലതും. ഓക്കെ, അപ്പൊ അതിന് അത്തരത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ, വ്യത്യാസം, സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെന്റും, അത് ഡയറക്ടറാണ്, ഡയറക്ടറേറ്റ്. സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞാൽ അത് വിശദീകരിച്ച് പിന്നീട് പറയാം. ഡിസ്ക്രീറ്റ് പ്രോസസ് ഓർ എ കണ്ടിന്യൂം, കണ്ടിന്യൂം പറഞ്ഞാൽ തുടർച്ച. ആൻഡ് എന്താണ് ചീഫ് സെക്രട്ടറി, ചീഫ് സെക്രട്ടറി റോൾ എന്താണ് സ്റ്റേറ്റിൽ. നമുക്ക് സെൻട്രലിൽ ക്യാബിനറ്റ് സെക്രട്ടറിയാണ്, സ്റ്റേറ്റിലെ ചീഫ് സെക്രട്ടറിയാണ്. ഓക്കെ, അപ്പോൾ അയാളെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, അയാളുടെ ഫംഗ്ഷൻ പറ്റിയിട്ട് ഇതിൽ വിവരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ദി ഫങ്ഷനിങ് ഓഫ് ദ ഗവൺമെന്റ് ഈസ് മെയ്ഡ് എഫക്റ്റീവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടാസ്ക് ഓറിയന്റഡ് മിനിസ്ട്രീസ്. അതായത് ഒരു ഗവൺമെന്റിനും ഈ സെക്രട്ടേറിയറ്റ് ഒന്നും ഇല്ലാതെ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ എല്ലാവിധ പോളിസി മാറ്റേഴ്സും ഇംപ്ലിമെന്റേഷനും ഒക്കെ ഇവരാണ് ചെയ്യുന്നത്. സെക്രട്ടറിയിലെ നിങ്ങൾക്കറിയാലോ, സെക്രട്ടറി ഉണ്ട്, അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട്, അഡീഷണൽ സെക്രട്ടറി ഉണ്ട്, മറ്റേ ജോയിന്റ് സെക്രട്ടറി ഉണ്ട്, ഡെപ്യൂട്ടി സെക്രട്ടറി ഉണ്ട്, അങ്ങനെ പല 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 വിധത്തില് ഇവർക്കൊക്കെ ഓരോ റോളുണ്ട്. അപ്പൊ ഇവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഗവൺമെന്റ് ഫങ്ഷൻ ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഒരു ചീഫ് മിനിസ്റ്റർ വിചാരിച്ചാൽ ഗവൺമെന്റ് ഓടിക്കാൻ പറ്റില്ല. ഇവരൊക്കെയാണ് ഡാറ്റ കൊടുക്കുന്നത്, പോളിസി ഉണ്ടാക്കുന്ന ഇവരാണ്, ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഇവരാണ്, ഓരോരോ ഡയറക്ഷൻ കൊടുക്കുന്ന ഇവരാണ്. മനസ്സിലായില്ലേ? ഇവർ പൊതുവെ സിവിൽ സർവൻ്റ് ആണ്. ഓക്കെ, ഇതൊക്കെ അത് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ നോ മിനിസ്ട്രി ക്യാൻ റൺ സ്മൂത്ത്ലി വിത്തൗട്ട് ദി സപ്പോർട്ട് ഓഫ് എ സെക്രട്ടേറിയറ്റ് അറ്റ് ദ യൂണിയൻ ആസ് വെൽ ആസ് ദ സ്റ്റേറ്റിൽ. സെൻട്രൽ ഗവൺമെന്റിലും സെക്രട്ടേറിയറ്റ് ഉണ്ട്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഉണ്ട്. സെൻട്രൽ സെക്രട്ടേറിയറ്റിന്റെ അധിപനാരാണ്? ഏറ്റവും വലിയ ആള് ക്യാബിനറ്റ് സെക്രട്ടറി. സീനിയർ മോസ്റ്റ് സിവിൽ സർവന്റ് ഇൻ ദ കൺട്രി ഈ ക്യാബിനറ്റ് സെക്രട്ടറി. അതേമാതിരി സ്റ്റേറ്റിലത്തെ സീനിയർ മോസ്റ്റ് എന്ന് വെച്ചാൽ ചില സമയത്ത് സീനിയർ മോസ്റ്റ് ആവണമെന്നില്ല കേട്ടോ. അതായത് സീനിയർ മോസ്റ്റ് അല്ലാത്ത ആള് ചീഫ് സെക്രട്ടറി ആയിരിക്കും, ചീഫ് മിനിസ്റ്റർ. അപ്പോൾ ചീഫ് സെക്രട്ടറി ആണ് ഏറ്റവും ടോപ്പ്, സെക്രട്ടറി പദത്തിൽ ഏറ്റവും ടോപ്പ്. പക്ഷെ കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ സീനിയോറിറ്റി ബേസിസിലായിരിക്കും. ചിലപ്പോൾ ചീഫ് മിനിസ്റ്റർക്ക് തോന്നുകയാണ് ഈ സെക്രട്ടറി പറ്റില്ല എന്ന് പറഞ്ഞാൽ യെസ്, ലോവർ ലെവലിൽ വേറൊരാളെ അപ്പോയിന്റ് ചെയ്യാനും അധിക അധികാരമാണ്. അത് നിങ്ങൾക്കറിയാലോ, DGP, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, ചിലപ്പോൾ സീനിയോറിറ്റി മെയിൻറ്റെയിൻ ചെയ്യില്ല. താഴെയുള്ള 2-3 ആള് താഴെയുള്ള ആളുകൾ മേപ്പിട്ട് കൊണ്ടുവരും. അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് ചീഫ്. പക്ഷേ പൊതുവെ പ്രൊമോഷൻ ഈസ് കൺസേൺ സീനിയോറിറ്റി ഈസ് ടു ബി കൺസിഡേർഡ്. അതാണ് ശരിക്കുള്ള എത്തിക്സ്. പൊതുവെ നമ്മൾ വേണ്ടത്, രാഷ്ട്രീയപരമായിട്ടൊക്കെ വേണ്ടത് സീനിയോറിറ്റിയെ കൺസിഡർ ചെയ്യണം. അതല്ലെങ്കിൽ എന്താ പറ്റുന്ന അറിയോ, ഹാർഡ് ബേണിങ്. അതായത് ഞാൻ സീനിയറാണ്, മറ്റോ ജൂനിയറാണ്, എനിക്ക് റിപ്പോർട്ട് ചെയ്ത് തരുന്ന ആളെ എൻ്റെ ബോസായിട്ട് വന്നു, അങ്ങനെയൊക്കെ പല ആർമിയിലൊക്കെ ഇങ്ങനെ ഇതേമാതിരി സംഭവിക്കേണ്ട. അപ്പോൾ അത് റിലേഷൻഷിപ്പ് സ്പോയിൽ ചെയ്തപ്പോൾ. അപ്പോൾ സെക്രട്ടേറിയറ്റ് ഹെൽപ്സ് ദി ഗവൺമെന്റ് ഇൻ പോളിസി മേക്കിംഗ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ്. അതായത് നമ്മുടെ അസംബ്ലി കൂടുമ്പോൾ നമ്മുടെ MLA മാരെ അനവധി ചോദ്യങ്ങൾ ചോദിക്കും.
ഈ ചോദ്യങ്ങൾക്ക് മന്ത്രിക്ക് ഉത്തരവൊന്നും അറിയില്ല. ഈ സെക്രട്ടറീസ്മാർ കൊടുത്തിട്ട് വേണം നമ്മുടെ ഏതെങ്കിലും, കാരണം ആരൊക്കെ ഏത് MLA-ക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാമല്ലോ. ചിലപ്പോൾ ലോ ആൻഡ് ഓർഡറിനെ പറ്റി ചോദിക്കും, ചിലപ്പോൾ ഫോറസ്റ്റിൽ മരം മുറിച്ചതിനെ പറ്റി ചോദിക്കും, ചില സമയത്ത് വെള്ളം തുറന്നു വിട്ടതിനെ പറ്റി ചോദിക്കും, അല്ലെ, ഡാം സുരക്ഷിതത്തിനെ പറ്റി ചോദിക്കും. ഇതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റ് അല്ലേ. ഇത് മന്ത്രിക്ക് അറിയോ ഇതിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് എത്ര മരം മുറിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെന്ന് അറിയാമോ? ഒരു ഉദാഹരണം, ചെറിയ ഉദാഹരണം പറയാം. ഇന്ന് രാവിലത്തെ ഒരു ന്യൂസിലുണ്ടായിരുന്നു, നമ്മുടെ ചന്ദന മരം, അതായത് നമ്മുടെ കേരളത്തിൽ ചന്ദന മരത്തിൽ ഒരു വിധത്തിലുള്ള ഒരു തരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ച് ചില ഉണങ്ങി വരികയാണ് ചന്ദനമരം. അപ്പോ അത് ഒരു 200ഓളം മരങ്ങളുണ്ട്. പക്ഷേ അത് പെട്ടെന്ന് വെട്ടിക്കളയാൻ പറ്റില്ല. പക്ഷെ അത് നിർത്തിയിട്ടും കാര്യമില്ല. കാരണം അതൊന്നും ഒരു ബെനിഫിറ്റ് ഉണ്ടാവില്ല. അത് ഉണങ്ങി പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു സൂക്കടാണ് ആ മരത്തിന്. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഫോറസ്റ്റ് മിനിസ്റ്റർ അദ്ദേഹം പോയി വിസിറ്റ് ചെയ്തിട്ട് ഇതെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തിനത്? ഫുൾ ഡീറ്റെയിൽ അത് ക്യാബിനറ്റ് പുട്ടപ്പ് ചെയ്യണം. അല്ലെങ്കിൽ അസംബ്ലി ചോദ്യം വരെ എത്ര മരങ്ങൾ എവിടെ ഏത് എത്ര എണ്ണം വെട്ടി, എന്തുകൊണ്ട്, എന്താണ് അസുഖം, അതെങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ച് എന്നുള്ള ജസ്റ്റിഫിക്കേഷൻ. അപ്പൊ ഈ മന്ത്രിക്ക് ഇത് അറിയണ്ടേ? അപ്പോൾ സെക്രട്ടറി ലെവലിലെല്ലാവരും അവരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം, അപ്പോൾ സെക്രട്ടറിയേറ്റിന്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാ പോളിസി നമ്മുടെ മന്ത്രി അല്ലെങ്കിൽ ക്യാബിനറ്റ് തീരുമാനിക്കുന്ന വിധത്തിൽ എന്തെല്ലാം പോളിസി നോക്കുക. ഇപ്പോൾ കോവിഡ് എടുത്തോളൂ. കോവിഡിൽ എങ്ങനെ വാക്സിനേഷൻ വേണം, അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഒരു പോളിസി ഉണ്ടാക്കി, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പോളിസി ഉണ്ടാക്കി, അത് സെക്രട്ടറി സർക്കുലർ ഇഷ്യൂ ചെയ്തിട്ട് ഓരോരുത്തർ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പോൾ സെക്രട്ടറിയേറ്റ് ഹെൽപ്സ് ദ ഗവൺമെന്റ് ഇൻ പോളിസി മേക്കിംഗ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ അത് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് സെക്രട്ടറിയേറ്റ് വെച്ചാൽ അതിനു മുമ്പേ യെസ് brings out, okay, in addition position and functions of the chief secretary in the state അതെല്ലാം വരുന്നുണ്ട്. ഓക്കെ, നോ മീനിങ് ഓഫ് ദ സെക്രട്ടറിയേറ്റ്. മുകളിൽ ഇതാണ്ട് മീനിങ് ഓഫ് ദ സെക്രട്ടറിയേറ്റ്. നോക്കൂ, 3 സെക്രട്ടറിയേറ്റ് പറഞ്ഞാൽ 3 വിധമാണ്. ഒന്ന്, ഒരു സെക്രട്ടറിയേറ്റിലെ മന്ത്രി ടോപ്പില്, അത് കഴിഞ്ഞാൽ അതിൻ്റെ കീഴിൽ സെക്രട്ടറിയാണ്. സെക്രട്ടറി കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഹെഡ്. എന്താണ് എക്സിക്യൂട്ടീവ് ഹെഡ് ആണെന്ന് വെച്ചാൽ അറിയോ? ഡയറക്ടർ, ഡയറക്ടർ ഹെൽത്ത് സർവീസസ്, ഡയറക്ടർ പഞ്ചായത്ത് രാജ്, മനസ്സിലായില്ലേ? ഡയറക്ടർ സോഷ്യൽ വെൽഫെയർ. കാരണം അയാളാണ് ഇതിൻ്റെ എല്ലാം ഹെഡ്. പക്ഷെ സെക്രട്ടറിക്കാണ് റിപ്പോർട്ട് ചെയ്യണമെന്നെങ്കിലും അത് റിയൽ സ്ട്രക്ചറൽ ഹെഡ് ഡയറക്ടറാണ്. ഡയറക്ടർ ഓഫ് പബ്ലിക് എഡ്യൂക്കേഷൻ, ഡയറക്ടർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. അതിൻ്റെ മീതെ സെക്രട്ടറി എഡ്യൂക്കേഷൻ ഉണ്ടാവും, മന്ത്രി ഉണ്ടാവും, മനസ്സിലായില്ലേ? പക്ഷെ യഥാർത്ഥത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഡയറക്ടറാണ്, ഡയറക്ടറേറ്റ്. അപ്പോൾ ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ മന്ത്രി, അതിൻ്റെ താഴെ സെക്രട്ടറി, അതിൻ്റെ കീഴില് എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറഞ്ഞാൽ ഡയറക്ടറാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇത്. പിന്നെ വേരിയസ് ഓഫ് ദ office of the executive head is designated as the director. നോക്കൂ, ഉദാഹരണം, ഹെൽത്ത് ഡയറക്ടറാണ് എല്ലാ തീരുമാനം എടുക്കേണ്ടത്, അതായത് ഓരോ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ മന്ത്രിസഭയിലെ ഹെൽത്ത് മിനിസ്റ്റർ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് ഇംപ്ലിമെന്റിന്റെ അതോറിറ്റി നമ്മുടെ ഡയറക്ടറേറ്റ് ആണ്, ഡയറക്ടർ, ഹെൽത്ത് ഡയറക്ടർ. എഡ്യൂക്കേഷൻ്റെ എന്തെങ്കിലും പോളിസി എഡ്യൂക്കേഷൻ ഡയറക്ടറാണ്. ഡയറക്ടർ പ്രൈമറി എഡ്യൂക്കേഷൻ, ഡയറക്ടർ ഹയർ എഡ്യൂക്കേഷൻ, മനസ്സിലായില്ലേ? ഡയറക്ടർ അഗ്രികൾച്ചർ, ഡയറക്ടർ ഫുഡ് പ്രൊഡക്ഷൻ, മനസ്സിലായോ? അപ്പൊ അതേ പ്രകാരം ആണ് ഡയറക്ടറാണ്. ഇറ്റ് ഈസ് ദ ഹെഡ് ഓഫ് എ പർട്ടിക്കുലർ ഡിസ്റ്റിങ് ഡിപ്പാർട്ട്മെന്റ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ സെക്രട്ടറി IAS ലെവലാണ്, സിവിൽ സർവീസ് ആണ്. അപ്പൊ ഇതാണ് ഒന്ന് മന്ത്രി, അത് കഴിഞ്ഞിട്ട് സെക്രട്ടറിയുടെ താഴെ നമ്മുടെ ഡയറക്ടർ. ഇതാണ് ഗവൺമെന്റിലത്തെ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ഒരു ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ലെവലിൽ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇത് എല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റിനെയാണ് ഞാൻ പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റ് അല്പം വ്യത്യാസമാണ്. എന്താ കാരണം അറിയോ? സ്റ്റേറ്റ് ഗവൺമെന്റിൽ ഡിപ്പാർട്ട്മെന്റ് ആണ്, സെൻട്രൽ ഗവൺമെന്റിൽ മിനിസ്ട്രിയാണ്. നോക്കൂ, ഉദാഹരണം, ഹോം അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ.
ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എന്താണ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഫയർ ഡിപ്പാർട്ട്മെന്റ്, എനർജി ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. പക്ഷേ സെൻട്രലിലെ മിനിസ്ട്രിയാണ്, മനസ്സിലായില്ലേ? ഡിഫൻസ് മിനിസ്ട്രി, മനസ്സിലായില്ലേ? സ്മാൾ സ്കെയിൽ മിനിസ്ട്രി, ഓക്കെ. ഹെവി എഞ്ചിനീയറിംഗ്, ദാറ്റ് ഈസ് മിനിസ്ട്രി. IT മിനിസ്ട്രി. ഇവിടെ IT ഡിപ്പാർട്ട്മെന്റ് ആണ് സ്റ്റേറ്റില്. ഇതാണ് വ്യത്യാസം. ഇവിടെ ഡിപ്പാർട്ട്മെന്റും അവിടെ മന്ത്രാലയം, എന്താ പറയാ മലയാളത്തില്, അതാണ്. അപ്പോ മീനിങ് ഓഫ് ദ സെക്രട്ടേറിയറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ സെക്രട്ടേറിയറ്റ് മീൻസ് സെക്രട്ടറീസ് ഓഫീസ്. സെക്രട്ടറി എവിടെ ഇരിക്കുന്നു ആ ഓഫീസിനാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അസംബ്ലി സെക്രട്ടേറിയറ്റ്, എല്ലാ സെക്രട്ടറിമാരും അവിടെയാണ്. അപ്പൊ അത് സെക്രട്ടേറിയറ്റ് ആയി. ഓക്കെ. ഇപ്പൊ അസംബ്ലി, നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ഉണ്ട്, അവിടെയാണ് എല്ലാ സെക്രട്ടറി, കാരണം മന്ത്രിമാരും അവിടെ ഇരിക്കുന്നത്. അപ്പൊ മന്ത്രിമാരും സെക്രട്ടറി എപ്പോഴും റിലേഷൻ ഉണ്ടല്ലോ, എപ്പോഴും ഡേറ്റ ആണല്ലോ. അപ്പൊ ഒരാളൊരു ബിൽഡിങ്, വേറെ ആൾ വേറൊരു ബിൽഡിങ്ങിലാണ് വിചാരിക്കുക, ബുദ്ധിമുട്ട് വരും. കാരണം ആ മന്ത്രിക്ക് പ്രവർത്തിക്കാൻ. ഇപ്പൊ ചീഫ് മിനിസ്റ്റർ ഒരു സ്ഥലത്തിരിക്കുക വിചാരിക്കുക, ചീഫ് മിനിസ്റ്റർ സ്റ്റാഫ് ഒരു 2 ബിൽഡിംഗ് അപ്പുറത്താണ്, എന്തായിരിക്കും സ്ഥിതി? ചീഫ് മിനിസ്റ്റർ എന്ത് ജോലി ചെയ്യുക? അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ പിന്നെ വേറൊന്ന്, അപ്പൊ സെക്രട്ടേറിയറ്റ് സെക്രട്ടറീസ് ഓഫീസാണ്. ഓക്കെ. ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ളതാണ്. അതായത് റിയലി ഗവൺമെന്റ് റൺ ബൈ ദ സെക്രട്ടറീസ്. പണ്ട് ബ്രിട്ടീഷ് കാലത്തും ഇതേമാതിരിയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ പ്രകാരം നമ്മൾ പലതും പണ്ടത്തെ നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അതായത് പണ്ട് അവശേഷിച്ച എന്തെല്ലാം ഉണ്ട് അതെല്ലാം നമ്മൾ പലതും നമ്മൾ ഒന്നും മാറ്റം വരുത്താതെ കൊണ്ടു നടക്കുന്നു. അതിലൊന്നാണ് ഇത്, മനസ്സിലായില്ലേ? പിന്നെ വേറൊന്ന്, പിന്നെ ബാക്കിയുള്ള ഞാൻ പറഞ്ഞ എഡ്യൂക്കേഷനിലും അതെ, നമ്മൾ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഹയർ എഡ്യൂക്കേഷൻ എല്ലാം എഞ്ചിനീയറിങ് എല്ലാം ഇംഗ്ലീഷിലാണ്. അതേ പ്രകാരം അത് നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല. അപ്പോൾ ഭരണഘടനയിലെ, നമ്മുടെ ഭരണഘടന അപ്രൂവ് ചെയ്ത സമയത്ത് ഒരു ഇതുണ്ടായിരുന്നു, മറ്റേ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. അതായത് 15 എന്താ പറയണ്ടേ, 15 കൊല്ലത്തിന് ഉള്ളിൽ നമ്മൾ വെർണക്കുലർ ലാംഗ്വേജിൽ ഇതെല്ലാം ആവുന്നു. നമ്മുടെ ഭാഷ, അതായത് സ്റ്റേറ്റിലത്തെ ഭാഷയായിരിക്കും, ആ ഭാഷയിലായിരിക്കും നമ്മൾ ട്രാൻസാക്ട് ചെയ്യല്ലാന്ന്. അതൊന്നും ആയിട്ടില്ല. ഇപ്പൊ 75 കൊല്ലം കഴിഞ്ഞിട്ടും നമ്മളായിട്ടില്ല. എപ്പോഴും അതേപടി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ്, മെഡിക്കൽ ഇംഗ്ലീഷ്, നമ്മുടെ എല്ലാ വിധത്തിലുള്ള, ഇപ്പൊ നിങ്ങളിപ്പോ ഞാൻ പഠിപ്പിക്കുന്നതും അതേമാതിരി ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ ഇംഗ്ലീഷിലാണ്. കാരണം എന്താണ്, എന്താ റീസൺ? ഇംഗ്ലീഷ് ഈസ് ദ യൂണിവേഴ്സൽ ലാംഗ്വേജ്. If you are fluent in English and you can, whenever, if you go outside, then you can easily communicate with others. India, we are lucky that നമ്മുടെ ആളുകൾക്ക് ഇംഗ്ലീഷൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ, സംസാരിക്കാനൊക്കെ നമ്മുടെ എഞ്ചിനീയേഴ്സൊക്കെ വളരെ ഫ്ലുവൻ്റ് ആണ്. ദാറ്റ് ഈസ് ദ റീസൺ വൈ നമ്മുടെ ഫോറിനിലെ IT കമ്പനിയിലെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയിലത്തെ എഞ്ചിനീയേഴ്സാണ്. വൈ? ബിക്കോസ് ഈസി കമ്മ്യൂണിക്കേഷൻ. വൺ ഈസ് ഈസി കമ്മ്യൂണിക്കേഷൻ, ഫ്ലുവൻ്റ് ഇൻ ഇംഗ്ലീഷ്, ഫ്ലുവൻ്റ് ഇൻ. പക്ഷേ if they take people from China, people from Russia, they are not comfortable with English. നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ റഷ്യയിലാണ് സംസാരിക്കുക. ചൈനീസ് പ്രൈം മിനിസ്റ്ററോ പ്രസിഡന്റോ ഇന്ത്യയിൽ വന്നാൽ ചൈനീസ് ലാംഗ്വേജിലാണ് സംസാരിക്കുക, മനസ്സിലായില്ലേ? അവർക്ക് ഇംഗ്ലീഷ് അറിയോ അറിയില്ലേ, അത് വേറെ കാര്യം. പക്ഷെ അവരുടെ ഭാഷയിലാണ് അവർ ഉപയോഗിക്കുക, അത് ചെയ്യുക. പക്ഷേ നമ്മളിപ്പോൾ അമേരിക്കയിൽ പോയാലോ, വേറെ ഇംഗ്ലണ്ടിൽ പോയാൽ, വേറെ എവിടെയെങ്കിലും പോയാൽ, ഇംഗ്ലീഷ് ഈസ് ദ കോമൺ ലാംഗ്വേജ്. സോ ഇറ്റ് വിൽ ബിക്കം വെരി ഈസി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്. അപ്പോൾ ഇതാണ് യെസ്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ സെക്രട്ടറിയുടെ എന്താണ് റോള്? സെക്രട്ടറിയുടെ കാര്യം ഞാൻ പറഞ്ഞു. സെക്രട്ടറി എപ്പോഴും സിവിൽ സർവൻ്റ് ആയിരിക്കും. UPSC സെലക്ഷൻ ആയിരിക്കും സെക്രട്ടറി. സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് സെക്രട്ടേറിയറ്റ് പദത്തിൽ വരിക. കാരണം പല കടമ്പകളും കഴിഞ്ഞിട്ടാണ് സെക്രട്ടറി പദം വരിക, കേട്ടോ. പല കടമ്പകളും. ഒന്ന് സിവിൽ സർവൻ്റ് ആയിരിക്കണം. സപ്പോസ് ഒരു കലക്ടറാണെന്ന് വിചാരിക്കുക, ആദ്യം നോക്കിയുള്ളൂ അസിസ്റ്റന്റ് കലക്ടർ, ഡെപ്യൂട്ടി കലക്ടർ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കലക്ടർ, അത് കഴിഞ്ഞിട്ട് ഡയറക്ടർ, അത് കഴിഞ്ഞിട്ട് ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി, അങ്ങനെ വന്ന സെക്രട്ടറി
അത് കഴിഞ്ഞിട്ടാണ് മറ്റേ പലതും ചീഫ് സെക്രട്ടറി ഒക്കെ. അപ്പോൾ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകൾ, ഭരണത്തിൽ നല്ല പരിജ്ഞാനമുള്ളതാണ് ഇവരൊക്കെ. അപ്പോൾ ഇവരുടെ റോൾ എന്താണ്, അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതായത് സെക്രട്ടറി റോള് മന്ത്രിമാരെ പോളിസി ഉണ്ടാക്കാൻ വേണ്ടി എന്താ പറയണ്ടേ, കോപ്പറേറ്റ് ചെയ്യുക, അതായത് ഹെൽപ്പ് ചെയ്യുക മന്ത്രിമാരെ. രണ്ടാമത് ലെജിസ്ലേഷൻ, നമ്മുടെ അസംബ്ലിയിൽ പാസ് ചെയ്യേണ്ട ഓരോരോ ഇതുങ്ങളുണ്ടല്ലോ, റെസൊല്യൂഷൻസ്, അജണ്ട, അതിൻ്റെയൊക്കെ നമ്മുടെ അസംബ്ലിയിൽ അതിൻ്റെ മാറ്റേഴ്സ് പ്രിപ്പയർ ചെയ്യുക, അജണ്ട. എന്നിട്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു നമ്മുടെ MLA-മാർ. അടുത്തത് ബഡ്ജറ്റ് ഫൈനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്താൽ അത് ഡിസ്കഷൻ ഉണ്ടാവും. അന്ന് ഡിസ്കഷൻ ഉണ്ടാവില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതിൽ എന്തുകൊണ്ട് ഇങ്ങനെയായി, എന്തുകൊണ്ട് ഇത് വിധത്തിലായി, അവിടെ ഇയർ മാർക്ക് ഇത് കമ്മിയാണ്, ഇവിടെ ഇതാണ് ഷോർട്ടേജ് ആണ്, സാലറി ആൻഡ് വേജസിനെ പറ്റിയിട്ട് ഉണ്ടാവും. ഒരുപാട് തറോ ഡിബേറ്റ് അനവധി ദിവസങ്ങൾ നടക്കും അസംബ്ലിയിൽ ബഡ്ജറ്റ്. അതാണ്. അപ്പോൾ എന്താണ് പറയുന്നത്, അങ്ങനെ എന്നിട്ടാണ് പാസ് ചെയ്യൂ. ബഡ്ജറ്റ് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ്, ഓർമ്മിക്കണേ, ബഡ്ജറ്റ് 31 മാർച്ചിന് മുമ്പേ പാസ്സാക്കിയിട്ടില്ല എങ്കിൽ 1 ഏപ്രിൽ മുതൽക്ക് ഒരു 10 പൈസ ട്രഷറിയിൽ നിന്ന് എടുക്കാനുള്ള അധികാരമില്ല ഒരു ഗവൺമെന്റിനും. ബഡ്ജറ്റ് ഈവൻ ഇന്ത്യ ഗവൺമെന്റിനും 31 മാർച്ചിന് മുമ്പേ ബഡ്ജറ്റ് അപ്രൂവ് ചെയ്തിരിക്കണം. അതെങ്ങനെ അപ്രൂവ് ചെയ്യുക? ഡിസ്കഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗവർണർ കഴിക്കും, ഗവർണർ അത് അപ്രൂവ് ചെയ്യണം. അത് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വേണം. അതല്ല എങ്കിൽ 1 ഏപ്രിൽ മുതൽക്ക് നിയമപ്രകാരം, ഭരണഘടനാ പ്രകാരം 1 രൂപ എംപ്ലോയീസിന് ശമ്പളം കൊടുക്കാനോ, ഈവൻ നമ്മുടെ എന്താ പറയുക, ചെറിയ ഒരു സോപ്പ് വാങ്ങാനോ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ എന്തെങ്കിലും അതുപോലും കാശ് എടുക്കാൻ പാടില്ല. കാരണം ബഡ്ജറ്റ് അതിന് മുമ്പേ അപ്രൂവ് ചെയ്തോണം. അതാണ് ഫെബ്രുവരിയിലും ഒക്കെ പ്രസന്റ് ചെയ്യുന്നത്. കാരണം സമയം വേണം, കാരണം ഡിബേറ്റ്, ബഡ്ജറ്റ് ഡിസ്കഷൻ വിൽ ടേക്ക് സം ടൈം. രാത്രി 10 മണി വരെ ഡിസ്കസ് ചെയ്യും നമ്മുടെ MLA-മാർ MP-മാരൊക്കെ, മനസ്സിലായോ? ഇറ്റ് ഈസ് നോട്ട് ഈസി. ഫൈനാൻസ് മിനിസ്റ്റർ പ്രസന്റ് ചെയ്യാനോ അതിൽ നഖശിഖാന്തം, ചിലപ്പോൾ എതിർപ്പും ചിലപ്പോൾ സപ്പോർട്ടും ഇതൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഡിബേറ്റ്, അങ്ങനെ വേണം ഡിബേറ്റ്. എന്താ കാരണം നമ്മളെ ടാക്സ് പേഴ്സിന്റെ പൈസയാണ്. ആ പൈസ നമ്മൾ എങ്ങനെ ചെലവഴിക്കണോ അത് ഡിബേറ്റിലൂടെയാണ് പറ്റൂ. യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ അല്ലയോ? അതേമാതിരി ഇപ്പോൾ ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു കേരളത്തിൽ പാലം പണിയുന്നതിന് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ 90% ഈ പാലം കീപ്പിട്ട് വിടും. മനസ്സിലായില്ലേ? എത്ര 25 കോടി എന്തോണം സംതിങ്. അത് വേസ്റ്റേജ് ഓഫ് പബ്ലിക് മണി. മനസ്സിലായോ? അപ്പോൾ അതിപ്പോൾ വീണോണ്ടോ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുക. വൈ, ഹൗ ഇറ്റ് ഹാപ്പൻഡ്, വാട്ട് വാസ് ദ റീസൺ, വെദർ എൻക്വയറി വാസ് കണ്ടക്ടഡ്, ഹൂസ് ഫാൾട്ട്, പണിഷ്മെന്റ് ഈസ് ഗിവൺ ഓർ നോട്ട്. കാരണം 80% 90% പണി ചെയ്ത ഒരു ബ്രിഡ്ജ് സപ്പോസ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് കമ്മീഷൻ ചെയ്യാൻ പോകണ്ടായിരുന്നു. അപ്പോൾ കമ്മീഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു ശരി? അതിന് മുമ്പ് വാഹനങ്ങൾ മൊത്തം ബിസി ട്രാഫിക്കുള്ള ബ്രിഡ്ജാണത്. അപ്പോൾ അതിവിടെ വാഹനങ്ങൾ മുമ്പെപ്പെട്ടത്, അതോ നദിയോ, അടിയിൽ കൊടുക്കുന്ന നദി ഭയങ്കര കുത്തൊഴുക്കുള്ള നദിയാണ്. അവർക്ക് ആ സമയത്താണ് വീണ ചന്തശ്ശേരി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കമ്മീഷൻ ചെയ്യാൻ പോകുന്ന പാലാണത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ വരുമ്പോൾ മിസ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ്, വർക്ക് പ്രോപ്പർ, ഇതൊക്കെയാണ് ഡിസ്കഷൻ. അപ്പോൾ ഡിസ്കഷൻ വേണം. കാരണം എന്താ വെച്ചാൽ ടാക്സ് പേഴ്സിന്റെ ഇത് പാർട്ടി ആയിക്കോട്ടെ, ഇപ്പൊ ടാക്സ്. പക്ഷേ ഐ ആം വെരി 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 സോറി ടു സേ ദാറ്റ് nowadays without a discussion ബഡ്ജറ്റ് അതെല്ലാം അപ്രൂവ് ചെയ്യുന്നു. അതിന് ആ സമയത്ത് മറ്റൊരു വാക്കൗട്ട് ചെയ്യുന്നു. അപ്പോൾ ബഡ്ജറ്റ് അത് ശരിയല്ല. എന്താ കാരണം എന്ന് വെച്ചാൽ വളരെയധികം നല്ല തൊറോ ഡിബേറ്റ് വേണം. അതാണ് നമ്മുടെ ഡെമോക്രസി. കാരണം ഓരോരോ പൈസയും ടാക്സ് പേഴ്സിന്റെ പൈസയാണ്, അത് വാല്യുബിൾ ആണ്. എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്നില്ല ജനങ്ങൾക്കറിയണം. അപ്പോൾ ഇത് ഡിബേറ്റ് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇതിനുള്ള പരിപാടികളൊക്കെ നമ്മുടെ സെക്രട്ടറിയാണ് പല അജണ്ട ഉണ്ടാക്കുന്നത്. പിന്നെ അടുത്തത് മെയിൻറ്റനിങ് കോണ്ടാക്ട് വിത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ സെക്രട്ടറീസ് ആണ് നമ്മുടെ ഓരോരോ സെക്രട്ടറിയാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആയിട്ട് എന്തെങ്കിലും കറസ്പോണ്ടൻസ് ചെയ്യുന്ന വെച്ചാൽ ചീഫ് സെക്രട്ടറി ആണ് ലെറ്റർ എഴുതുന്നത്. അപ്പോൾ സെക്രട്ടറി ആണ് ലെറ്റർ എഴുതുക. അതേ ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ്. അപ്പൊ അയാൾക്കാണ് അധികാരപ്പെട്ടത്. മനസ്സിലായില്ലേ? അയാളാണ് ഇപ്പൊ കോമ്പറ്റന്റ് അതോറിറ്റി ടു റൈറ്റ് ലെറ്റർ ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്. Okay, next, overseeing the smooth and efficient running various departments വളരെയധികം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നെല്ലാം നോക്കേണ്ടത് സെക്രട്ടറിയാണ്. പിന്നെ
അതായത് എല്ലാ പോളിസി ഇംപ്ലിമെന്റേഷൻ പ്രോപ്പറാണ് മോണിറ്ററിങ് ഫോളോ അപ്പും ചെയ്യേണ്ടതും സെക്രട്ടറിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ സെക്രട്ടറിയുടെ കണ്ടോ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന്. ഇനി അടുത്തത് പാറ്റേൺ ഓഫ് ദിസ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ഇൻ സ്റ്റേറ്റ്, അത് വരുന്നുണ്ട്. ഇവിടെ വരുന്നതാണ്. ഓക്കെ, ഇനി വരുന്നത് സ്ട്രക്ചർ. ഒരു മിനിറ്റ്. യെസ് ഇനി മീനിങ് ഓഫ് സെക്രട്ടേറിയറ്റ് പറഞ്ഞു, പൊസിഷൻ റോൾ ഓഫ് സെക്രട്ടേറിയറ്റ് പറഞ്ഞു, സ്ട്രക്ചർ ഓഫ് ടിപ്പിക്കൽ. ഇനി പറയാൻ പോകുന്ന സ്ട്രക്ചർ ഓഫ് ടിപ്പിക്കൽ സെക്രട്ടേറിയറ്റ്. ഒരു സെക്രട്ടേറിയറ്റിലെ അത്യാവശ്യമായിട്ടുള്ളത് ഓഫീസേഴ്സ്. അപ്പൊ ഓഫീസേഴ്സിന്റെ കാര്യം ഞാൻ ആൾറെഡി പറഞ്ഞു. സെക്രട്ടറി, അയാളുടെ താഴെ ജോയിന്റ് സെക്രട്ടറി അല്ലെങ്കിൽ അഡീഷണൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ഇങ്ങനെയാണ്. മുകളിലെ സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി, then joint secretary, then deputy secretary, keep it. അത് കഴിഞ്ഞിട്ട് അണ്ടർ സെക്രട്ടറി, അത് കഴിഞ്ഞ് സെക്ഷൻ ഓഫീസർ, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഈ ഓഫീസേഴ്സൊക്കെ അവിടെ വേണം. അപ്പൊ ഓരോരുത്തർക്കും ഓരോ റോളുണ്ട്, അത് വരുന്നുണ്ട്. അപ്പൊ പറയാനാ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഇവർക്ക് ഓഫീസ് വേണമല്ലോ. സെക്രട്ടറീസിന്റെ ഓഫീസ് മിക്കവാറും സെക്രട്ടേറിയറ്റിലായിരിക്കും. അപ്പൊ ഓരോന്നിനും ഓരോരുത്തർക്കും കാരണം ഫയൽസ് കീപ്പ് ചെയ്യണ്ടേ. ജനങ്ങളുടെ ഫയലാണ് ഇവരുടെ കയ്യിൽ വരുന്നത്. അതെ, വേറൊരു കാര്യം, ഈ കൊല്ലങ്ങളോളം decades you to keep the papers, 10 കൊല്ലത്തിൽ മീതെ 10 കൊല്ലെങ്കിലും നമ്മൾ നമ്മുടെ ഫയൽസ് കീപ്പ് ചെയ്യണം അവിടെ. ചിലപ്പോൾ 20-30 കൊല്ലമൊക്കെ ഉള്ള പേപ്പേഴ്സ് ഒക്കെ ആയിരിക്കും. അത് ചിലപ്പോൾ ഇൻകം ടാക്സ്, ചില സമയത്ത് അതൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. ചിലപ്പോൾ എന്തെങ്കിലും എൻക്വയറി ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ റെഫർ ചെയ്യേണ്ടി വരും. ചില സമയത്ത് ഇത്ര വർഷം മുമ്പ് എന്താ ചെയ്തതെന്ന് മറക്കരുത്. ഓരോരോ കാര്യങ്ങൾ ചില സമയത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേയുള്ള കേസൊക്കെയാണ്. ഇപ്പൊ നോക്കൂ, ഞാൻ ഉദാഹരണം ഇന്നത്തെ പേപ്പറിൽ നോക്കൂ, നമ്മുടെ ബോംബെ ബ്ലാസ്റ്റ് പണ്ടത്തെ, അത് കഴിഞ്ഞിട്ട് ആളെ തൂക്കിക്കൊന്നു കസബ് പാകിസ്ഥാൻ. പക്ഷെ ഇന്നാണ് വേറെ ആളെ പിടിക്കുന്നത്. എത്ര വർഷമായി നോക്കൂ. അപ്പോ ഫയൽസ് നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ അതാത് ഡിപ്പാർട്ട്മെന്റിന്റെ കസ്റ്റഡിന്റെ ആരാണ് ഫയൽ മെയിൻറ്റെയിൻ ചെയ്യണത്, റെക്കോർഡ് കീപ്പിംഗ്, അതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് വെക്കണം. അത് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കാനുള്ളതല്ല. അത് നമ്മൾ ഒരു ഫയൽ മറ്റുള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കരുത്. അതായത് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഫയൽ. അതേമാതിരി ഒരു ഫയൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് അയക്കുമ്പോൾ അതിൽ മൂവ്മെന്റ് രജിസ്റ്റർ ഉണ്ട്. ആരൊക്കെ കൊടുത്തു, എന്ന് കൊടുത്തു, എന്തിനു കൊടുത്തു, മനസ്സിലായി, അത് എന്ന് തിരിച്ചു വന്നു, തിരിച്ചു മേടിക്കണം. ഇങ്ങനെയൊക്കെയുണ്ട് പല പരിപാടി. മനസ്സിലായില്ലേ? പിന്നെ ഇനി അടുത്തത് ഏതെല്ലാം നോക്കൂ, നമ്മുടെ സ്ട്രക്ചർ ഓഫ് ടിപ്പിക്കൽ ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഈ സ്ട്രക്ചർ ഓഫ് ടിപ്പിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് അറിയോ? ടോപ്പിൽ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ സെക്രട്ടറിയാണ്. എത്രയോ പറഞ്ഞു ഞാൻ അയാളുടെ ഇത്. സെക്രട്ടറി ഇറിഗേഷൻ, സെക്രട്ടറി ഫുഡ് പ്രൊഡക്ഷൻ, സെക്രട്ടറി ഹോം, സെക്രട്ടറി ഇതിന്റെ എനർജി, റിന്യൂവബിൾ എനർജിയോ വാട്ടർ എനർജിയോ, സെക്രട്ടറി ട്രാൻസ്പോർട്ട്സ്. മനസ്സിലായില്ലേ? ഇറിഗേഷന്റെ ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ അതിന്റെ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു. അതേമാതിരി അങ്ങനെ പലതും ഫുഡ് ആ ഒരു സെക്രട്ടറിയാണ്. അപ്പോ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് സെക്രട്ടറിയാണ്. അതിന്റെ കീഴിൽ വിങ് ഉണ്ട്, വിങ്. അപ്പോ അതിന്റെ ഹെഡ് അഡീഷണൽ സെക്രട്ടറി ഓർ ജോയിന്റ് സെക്രട്ടറി. അതായത് ആ വിങ്, ഹയർ എഡ്യൂക്കേഷൻ വിങ്, പ്രൈമറി എഡ്യൂക്കേഷൻ വിങ്, അങ്ങനെ പറഞ്ഞിട്ട് പലതല്ലോ ഓരോരോ വിങ്. അപ്പോ അത് ഹാൻഡിൽ ചെയ്യേണ്ടത് അഡീഷണൽ സെക്രട്ടറി ഓർ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കണം. അടുത്തത് ഡിവിഷൻ ഉണ്ട്, ഓരോരോ ഡിവിഷൻ നോക്കൂ, അത് ഡെപ്യൂട്ടി സെക്രട്ടറിയാണ്. നമ്മുടെ ഇതില്ലേ, നമ്മുടെ ഈസ്റ്റേൺ ഡിവിഷൻ, അതായത് നമ്മുടെ ഇപ്പൊ തിരുവനന്തപുരം, ട്രിവാൻഡ്രം ഡിവിഷൻ, സം അതർ ഡിവിഷൻസ് അപ്പൊ അതൊക്കെ ഡിവിഷൻ വൈസ് അത് ചെയ്യേണ്ടത് ഡെപ്യൂട്ടി സെക്രട്ടറിയാണ്. പിന്നെ ബ്രാഞ്ചിലത്തെ മാറ്റർ ഹാൻഡിൽ ചെയ്യേണ്ടത് അണ്ടർ സെക്രട്ടറിയാണ്, അണ്ടർ സെക്രട്ടറി. അത് കഴിഞ്ഞിട്ട് സെക്ഷന്റെ ഇത് ചെയ്യുന്നത് സെക്ഷൻ ഓഫീസറാണ്. ഓക്കെ, സെക്ഷൻ ഓഫീസറാണ്. ഇനി പാറ്റേൺ ഓഫ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ഇൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ്. അപ്പൊ അവിടെ നോക്കൂ, നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റില് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഒന്ന് ഹോം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്,
ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് എല്ലായിടത്തും ഉണ്ടല്ലോ, ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ്. അത് കഴിഞ്ഞിട്ട് ഫുഡ്, സിവിൽ സപ്ലൈ, കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഓൾറെഡി പറഞ്ഞു. പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ്, പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് അതുണ്ട്. നെക്സ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, എക്കണോമിക്സ്. അടുത്തത് ഫുഡ് ആൻഡ് ഈ ഡിപ്പാർട്ട്മെന്റ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, ബഡ്ജറ്റ് പ്രിപ്പറേഷനൊക്കെ വളരെ റോളാണ് ഇവരുടെ കേട്ടോ. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. എന്താ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ? അതായത് നമ്മളിപ്പോൾ അറിയില്ലേ, ഫുഡ് അതേമാതിരി എന്തെങ്കിലും അഡൾട്ടറേഷൻ എന്തൊക്കെ പിടിക്കുന്ന അവരാണ്. അതിൻ്റെ പുറമെ ഇത് ഡ്രഗ്സ് പ്രോപ്പർ വിൽക്കാൻ പാടോ, അങ്ങനെ അതൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ പോളിസി മാറ്റേഴ്സ് അവരുണ്ടാക്കാൻ. പിന്നെ ലീഗൽ സർവീസ് അതോറിറ്റി, അതും ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ ലാർജ് നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, ഏറ്റവും വലിയ വലിയ സ്റ്റേറ്റില് കൂടുതൽ ഡിപ്പാർട്ട്മെന്റ് വന്നേക്കാം. ഓക്കെ, ഇനി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സെക്രട്ടേറിയറ്റ് ആൻഡ് എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. അതായത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സെക്രട്ടറി ആൻഡ് എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, ഡിസ്ക്രീറ്റ് പ്രോസസ് ഓർ എ കണ്ടിന്യൂം, പറഞ്ഞ തുടർച്ച. അതായത് സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം ദ ഞാൻ ആൾറെഡി പറഞ്ഞു, സെക്രട്ടറിയുടേതും അവർ പോളിസി റിലേറ്റഡ് മാറ്റേഴ്സ് ആണ് അവർ ചെയ്യുന്നത്. ഡയറക്ടറേറ്റ് എപ്പോഴും നമ്മളെ ഇംപ്ലിമെന്റേഷൻ ഇതാണ് ചെയ്യുന്നത്. അതായത് സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ് ഓഫ് നമ്പർ ഓഫ്, അതായത് ഈസ് ഇൻചാർജ് ഓഫ് എ നമ്പർ ഓഫ് എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ സെക്രട്ടേറിയറ്റ് പറഞ്ഞാൽ സോ മെനി ഡിപ്പാർട്ട്മെന്റ് ഇതുണ്ടാവും, ഡയറക്ടറേറ്റ് ഉണ്ടാവും ഓരോ ഇതിന്റെ കീഴിൽ. അപ്പൊ ആ ഡയറക്ടറേറ്റിന്റെ ഒക്കെ ഹെഡ് സെക്രട്ടറി ആയിരിക്കും ചിലപ്പോ. ഒരാളുടെ കീഴിൽ തന്നെ ഇപ്പൊ നോക്കൂ, പോലീസ്, ക്രൈം ബ്രാഞ്ച് അതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, പിന്നെ ലോ ആൻഡ് ഓർഡർ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. വിജിലൻസ് വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷെ ഇതിലൊക്കെ സെക്രട്ടറി ഹോം സെക്രട്ടറി അല്ലേ. അപ്പൊ ഒരു സെക്രട്ടറിയിൽ എത്ര ഡിപ്പാർട്ട്മെന്റ് ആയി? ഞാൻ കുറച്ച് പറഞ്ഞു. ജയിൽ ഡിപ്പാർട്ട്മെന്റ്, ജയില് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ ഫയർ ഫൈറ്റിംഗ് അത് വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഹെഡ് ആരാണ്? ഹോം സെക്രട്ടറി. ഇപ്പൊ മനസ്സിലായി എന്താ ഡിപ്പാർട്ട്മെന്റ് എന്ന്. അപ്പോൾ ഇതാണ് ഇത്. പിന്നെ സെക്രട്ടറി എപ്പോഴും IAS ആയിരിക്കണം, സിവിൽ സർവീസിലായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ, ഇനി ഡയറക്ടറേറ്റ് നോക്കോളൂ. ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ സർവീസ് സെക്രട്ടറി ഇത് ചിലപ്പോ ഡെപ്യൂട്ടേഷൻ ആയിരിക്കും. വേറെ ഇവിടെ ഒരു സംഗതി കൂടി പറയാനുണ്ട് കേട്ടോ. ടെനർ ഈസ് നോട്ട് ഫിക്സ് ഫോർ സെക്രട്ടറി. പക്ഷെ മറ്റവർക്ക് അങ്ങനെയല്ല. എന്താ ഈ ടെനർ എന്ന് പറഞ്ഞാൽ, ചില സമയത്ത് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ സെക്രട്ടറി ആള് ഡെപ്യൂട്ടേഷനിൽ പോകും കുറച്ചു കാലം കഴിഞ്ഞ്, അല്ലെങ്കിൽ സെൻട്രൽ ഡെപ്യൂട്ടേഷൻ, ചിലപ്പോൾ റിട്ടയർ ആവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവും, ചിലപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ടെനർ ഈസ് നോട്ട് ഫിക്സ് ഫോർ സെക്രട്ടറി. 3 കൊല്ലമാണ്, ശരിയാണ്. പക്ഷെ അതിൻ്റെ ഇടയിലും പലതും സംഭവിച്ചേക്കാം. ചിലപ്പോൾ ആൾക്ക് ഡെപ്യൂട്ടേഷനിൽ പോകണമെച്ചാലോ, ഫോറിൻ ട്രെയിനിങ്ങിന് പോകണമെച്ചാലോ, ഹയർ മനസ്സിലായി, അഡ്വാൻസ് ട്രെയിനിങ് ഒക്കെ ഉണ്ട്, പലതും ഉണ്ടല്ലോ. അപ്പൊ പക്ഷേ നമ്മുടെ ഈ ഡയറക്ടർ ഒക്കെ അത്രയധികം അവരുടെ സെക്യൂർഡാണ് പിന്നെയും ജോബ്. മറ്റവരുടെ നോട്ട് സെക്യൂർഡ്. കാരണം അവര് യുനോ ഡീലിംഗ് വിത്ത് എക്സ്റ്റേണൽ മാറ്റേഴ്സ് ഓൾസോ, യുനോ സെൻട്രലായിട്ടും ടൈ അപ്പ് ഉള്ളവരാണ് അവര്. ഓക്കെ, നോ അപ്പൊ നമ്മുടെ ഡയറക്ടറേറ്റ് പറഞ്ഞ അഗ്രികൾച്ചർ ഡയറക്ടറേറ്റ് ഉണ്ട്, ഡയറക്ടർ. ഓക്കെ, ദെൻ സോ മെനി അതർ ഡയറക്ടർ. ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇൻഡസ്ട്രീസ് ഡയറക്ടർ, സോഷ്യൽ വെൽഫെയർ ഇത് പിന്നെ ഉണ്ട്. പിന്നെ അനവധി ഡിപ്പാർട്ട്മെന്റ്, കൂടുതൽ ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇതെല്ലാം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ പോളിസി കൺസേൺ വിത്ത് പൊളിറ്റിക്കൽ. പോളിസി ഉണ്ടാക്കുന്ന ആരാ? രാഷ്ട്രീയ മന്ത്രി, അതേമാതിരി ക്യാബിനറ്റ് എടുത്ത ഡിസിഷനാണ് പോളിസി. ഓക്കെ, അത് നമ്മൾ ത്രൂ സെക്രട്ടറി ഡയറക്ടർക്ക് കൊടുക്കുന്നു, ഡയറക്ടർ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ദ സ്റ്റഡി ഓഫ് അഡ്മിനിസ്ട്രേഷൻ പൊളിറ്റിക്സ്. അപ്പൊ ഈ ദ പ്രോപ്പർ ആക്ടിവിറ്റി ഓഫ് ലെജിസ്ലേറ്റർ. എല്ലാ നിയമങ്ങളും ഉണ്ടാക്കുന്ന അതാത് നിയമസഭയാണ് കേട്ടോ, അതുകൂടി മറക്കരുത്. ദി എസൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈസ് ടു എക്സിക്യൂട്ട് പ്രോപ്പർലി ആൻഡ് ഓഫ് ദ പൊളിറ്റിക്കൽ അതോറിറ്റി. രാഷ്ട്രീയ അവർ എന്ത് ഡിസിഷൻ എടുത്തോ അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ചുമതലയാണ് ഇവർക്കൊക്കെ.
കാര്യം മനസ്സിലായില്ലേ? അവർ ഏത് വിധത്തിൽ ഡിസിഷൻ എടുക്കുന്നോ അതനുസരിച്ച് ഓർഡർ ഫോളോ ചെയ്യേണ്ടതാണ്. പിന്നെ സോഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ്, പിന്നെ അഡ്മിനിസ്ട്രേഷൻ നല്ല എക്സ്പെർട്ടൈസ് വേണം, അല്ലാണ്ട് പറ്റില്ല. പിന്നെ ഇതിന്റെ പുറമെ ഇവരുടെ റോള്, പോളിസി മേക്കിംഗ് റോൾസ്, സിവിൽ സർവൻറ്റ് ബേസ്ഡ് ഓൺ ലോങ് അഡ്മിനിസ്ട്രേറ്റീവ്. സിവിൽ സർവൻറ്റ് അതിഭയങ്കര അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. ഓരോന്ന് 3 കൊല്ലം കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് പോകുന്ന ആളായിരിക്കും. വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും. പിന്നെ സിവിൽ സർവൻറ്റ് പ്രിപ്പയർ ദ ഡ്രാഫ്റ്റ് ലെജിസ്ലേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ അസംബ്ലിയിൽ പുട്ടപ്പ് ചെയ്യേണ്ടത്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിപ്ഷൻ, അതൊക്കെ നമ്മുടെ സെക്രട്ടറീസ് എടുക്കേണ്ടതാണ്. പിന്നെ അടുത്ത് വരുന്നത് ചീഫ് സെക്രട്ടറി. ഏറ്റവും വലിയ നമ്മുടെ സിവിൽ സർവൻ്റ് ആണ് നമ്മുടെ സ്റ്റേറ്റിലത്തെ ചീഫ് സെക്രട്ടറി. ചീഫ് സെക്രട്ടറി റിപ്പോർട്ട്സ് ടു ദ ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്ററുടെ, അതായത് ചീഫ് സെക്രട്ടറി കിങ് പിൻ ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ, കൺട്രോൾ. എല്ലാ സെക്രട്ടറിമാരും റിപ്പോർട്ട് ചെയ്യുന്നത് ചീഫ് സെക്രട്ടറിക്കാണ്. എത്ര സെക്രട്ടറി ഉണ്ടോ അവരെല്ലാം അൾട്ടിമേറ്റ്ലി ഹി ഈസ് ദ സീനിയർ മോസ്റ്റ് സിവിൽ സർവൻറ്റ് ഇൻ എ സ്റ്റേറ്റ്. അപ്പൊ അയാൾക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എല്ലാ സെക്രട്ടറീസും. ഓക്കെ, ഫങ്ഷണലി. സോ പൊസിഷൻ ഓഫ് എ ചീഫ് സെക്രട്ടറി. അപ്പോ അദ്ദേഹം ചീഫ് ഓഫ് ദ സെക്രട്ടറി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ചീഫ് സെക്രട്ടറി വളരെ വലിയ പൊസിഷനാണ് ചീഫ് സെക്രട്ടറിയുടെ, വളരെ സ്റ്റാറ്റസ് ആണ്. കാരണം ചീഫ് സെക്രട്ടറി പറഞ്ഞാൽ കളിക്കുന്നതല്ല, ഒരു നല്ല സ്റ്റാറ്റസ് ഉള്ളതാണ്. അത് കഴിഞ്ഞ് അയാൾ റിട്ടയർമെന്റോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ്, അപ്പോഴേക്ക് റിട്ടയർമെന്റ് ആവും. പിന്നെ പക്ഷെ അയാളുടെ എക്സ്പീരിയൻസ് ഒന്ന് ആലോചിച്ച് നോക്കി എത്രയാണെന്നോ. സോ ചീഫ് സെക്രട്ടറി ഈ ദ പ്രീ എമിനന്റ് പൊസിഷൻ, കൺട്രോൾ സിവിൽ ആൻഡ് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ, അത് പറഞ്ഞു കഴിഞ്ഞു. ചീഫ് സെക്രട്ടറി ഈ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഉപദേശകനാണ്. ഏത് മുഖ്യമന്ത്രിയുടെ ഉപദേശകനാണ് ചീഫ് സെക്രട്ടറി? എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട. അതേമാതിരി എന്തെങ്കിലും ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നമുക്ക് ആർമി വേണോ, നേവി വേണോ, ഒക്കെ ചീഫ് സെക്രട്ടറിയാണ് കറസ്പോണ്ടൻസ് ചെയ്യാൻ. നാച്ചുറൽ കലാമിറ്റി ടൈമിലൊക്കെ ചീഫ് സെക്രട്ടറിക്കാണ്. നമുക്ക് ഹെലികോപ്റ്റർ വേണോ, വേറെ എന്തെങ്കിലും വേണോ, പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എയർഫോഴ്സ് ഇതൊക്കെ വേണോ, അതെല്ലാം ചീഫ് സെക്രട്ടറിയാണ് ചെയ്യേണ്ടത്. വളരെയധികം പവർഫുൾ പേഴ്സൺ ആണ്. പിന്നെ ചീഫ് സെക്രട്ടറി ആൾസോ ഹെഡ് ഓഫ് ദ സിവിൽ സർവീസ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഗവൺമെന്റിന്റെ പേരിൽ ചീഫ് സ്പോർട്സ് പേഴ്സൺ ആണ്. നമ്മുടെ ഗവൺമെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ചീഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ, അതായത് ചീഫ് സ്പോർട്സ് പേഴ്സൺ ആണ് ചീഫ് സെക്രട്ടറി. അയാള് പറഞ്ഞാലും മീതൊന്നും വേറൊന്നുമില്ല, അതാണ് നയം. മനസ്സിലായോ? കാരണം അത് അൾട്ടിമേറ്റ്. ഓക്കെ, പിന്നെ അതായി. പിന്നെ പ്രസിഡൻസ്. പിന്നെ വേറൊരു കാര്യം, ചില സമയത്ത് നമ്മുടെ മന്ത്രിസഭ മെജോറിറ്റിയെ പിരിച്ചുവിടുക എന്തെങ്കിലും ചെയ്താൽ ചീഫ് സെക്രട്ടറിയുടെ പദവി വളരെ പവർഫുൾ ആണ്. എന്താ കാരണം വെച്ചാൽ ചിലപ്പോ ഗവർണറുടെ ഇത് വന്നു വിചാരിക്കുക, നമ്മുടെ പ്രസിഡന്റ് റൂള് വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ചീഫ് മിനിസ്റ്റർ എന്താ ചെയ്യണോ അതാണ് ചീഫ് സെക്രട്ടറി ചെയ്യേണ്ടത്. കാര്യം മനസ്സിലായോ? ഒരു പ്രസിഡന്റ് റൂൾ വരികയാണെന്ന് വിചാരിക്കുക, ഇമ്പോസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. പല സ്റ്റേറ്റിലും, എല്ലാ സ്റ്റേറ്റിലും ഉണ്ടല്ലോ, പലയിടത്തും നടന്നുണ്ട്. അവിടെ ആ സമയത്ത് ചീഫ് സെക്രട്ടറി എക്സ്ട്രീം പവറാണ്. ഇന്ന് ചീഫ് മിനിസ്റ്റർ എന്താ ചെയ്യണം അതാണ് ചീഫ് സെക്രട്ടറി ആ സമയത്ത് ചെയ്യുക. ടെൽ ദാറ്റ് പ്രസിഡന്റ് റൂൾ എക്സിസ്റ്റ്. മനസ്സിലായോ? അപ്പോൾ അത് പറഞ്ഞു, ചീഫ് സെക്രട്ടറി പറഞ്ഞു. പിന്നെ ബൈ വെർച്യൂ ഓഫ് യൂണിക് ഇതും പറഞ്ഞു ഞാൻ. പിന്നെ ചീഫ് സെക്രട്ടറി ആൾസോ പ്രിസൈഡ് ഓവർ എ ലാർജ് നമ്പർ ഓഫ് കമ്മിറ്റീസ് ഉണ്ട്. നമ്മുടെ ക്യാബിനറ്റ് മീറ്റിംഗ്, ചീഫ് മിനിസ്റ്ററുടെ ക്യാബിനറ്റ് മീറ്റിംഗ് സെക്രട്ടറി അറ്റൻഡ് ചെയ്യണം. അതിന്റെ അജണ്ട അദ്ദേഹമാണ് ഉണ്ടാക്കുന്നത്. അത് മറ്റുള്ളവർക്ക് സർക്കുലേറ്റ് ചെയ്യുന്നത് ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് സെക്രട്ടറി ഇല്ലാണ്ട് ഒന്നാമത് ക്യാബിനറ്റും ഇത് ഷെഡ്യൂൾ ചെയ്യുന്നത് ചീഫ് സെക്രട്ടറിയാണ്. മനസ്സിലായോ? അതിലുള്ള അജണ്ട അത് എന്താണോ അത് നോട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് സർക്കുലേറ്റ് ചെയ്യേണ്ട ചുമതലയും, എന്നിട്ട് അടുത്ത മീറ്റിംഗിൽ റാറ്റിഫൈ ചെയ്യണം. അതൊക്കെ ചീഫ് സെക്രട്ടറിയുടെ ഇതാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് സിറ്റുവേഷനിലേക്ക്. പിന്നെ ദിസ് ക്രൈസിസ് ചീഫ് സെക്രട്ടറി, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്തെങ്കിലും ക്രൈസിസിന് ചീഫ് സെക്രട്ടറിയാണ് ഏറ്റവും കൂടുതൽ അൾട്ടിമേറ്റ്. നമ്മുടെ ഈ നാച്ചുറൽ കലാമിറ്റി ഇതൊക്കെ വരുന്ന സമയത്തിൽ അദ്ദേഹത്തിന്റെ റോൾ അതിഭയങ്കരമാണ്. ഓക്കെ, ഇൻ കൺക്ലൂഷൻ ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് പിന്നെ അദ്ദേഹത്തിന് വളരെയധികം പവർഫുൾ ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ ഇദ്ദേഹത്തിന് വളരെയധികം ഇത് കൊടുത്തിട്ടുണ്ട്. ഹയസ്റ്റ് ഒഫീഷ്യലാണ് ഇൻ ദ സ്റ്റേറ്റിലെ. പിന്നെ അതേമാതിരി ഹയസ്റ്റ് സാലറിയാണ്. സാലറി ഈസ് ഫിക്സ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോർ ചീഫ് സെക്രട്ടറി. ഓരോരോ സെക്രട്ടറി ലെവലിനൊക്കെ ഗവൺമെന്റ് അത് കാരണം UPSC സെലക്ഷൻ ആണ്.
അവർക്കൊക്കെ സാലറി ഫിക്സ് ചെയ്യുന്നത് ഇവിടെ കൊടുക്കൽ മാത്രമേ ഉള്ളൂ. ഫിക്സ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. മനസ്സിലായില്ലേ? സിവിൽ സർവന്റിന്റെ അതായത് IPS DGP ആയിക്കോട്ടെ ഒക്കെ ഓരോ റാങ്കിന് ഓരോ സാലറി ഫിക്സ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ പദവി. അപ്പോ ദ ടേം സെക്രട്ടറിയേറ്റ് റെഫേഴ്സ് ടു ദ കോംപ്ലക്സ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോ സെക്രട്ടറിയേറ്റ് പറഞ്ഞ കോംപ്ലക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സ്റ്റേറ്റിന്റെ വലുപ്പം അനുസരിച്ചിരിക്കും. വലിയ വലിയ സ്റ്റേറ്റ് നമ്മുടെ ഉത്തർപ്രദേശിലെ 85 ഡിസ്ട്രിക്റ്റ് പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി ഒന്ന് ആലോചിച്ചു നോക്കൂ. അതെങ്ങനെ ഭരിക്കുക, എത്ര ഡിപ്പാർട്ട്മെന്റ് ആണ്, എത്ര ഡിവിഷൻ, എത്ര കമ്മീഷണർ, ഒന്ന് ആലോചിച്ചു നോക്കൂ. അതൊക്കെ ഭരണം വന്ന അപ്പൊ ചീഫ് സെക്രട്ടറിയുടെ എന്തായിരിക്കും സ്ഥിതി, എത്ര പവർഫുൾ ആയിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. ഒരു പ്രാവശ്യം 85 പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടായിരുന്നു ഉത്തർപ്രദേശിൽ, 85. അപ്പൊ അവിടുത്തെ ചീഫ് സെക്രട്ടറിയുടെ ഒന്ന് പവർ ഒന്ന് ആലോചിച്ചാൽ മതി എത്രയാണെന്ന്. മനസ്സിലായില്ലേ? ഓഫ് കോഴ്സ് മന്ത്രി നമ്മുടെ ചീഫ് മിനിസ്റ്റർ ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷെ ചീഫ് സെക്രട്ടറി ഈക്വലി വളരെ ഇമ്പോർട്ടന്റ് അല്ലേ. അയാളല്ലേ ഓർഡർ കൊടുക്കുന്നല്ലേ ഇനി. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ ചീഫ് സെക്രട്ടറി. അപ്പൊ ചീഫ് സെക്രട്ടറി ദ ഹെഡ് ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഓഫ് ദ സ്റ്റേറ്റ് പെർഫോം എ വെരി ഇമ്പോർട്ടന്റ് റോൾ. അതേമാതിരി എമർജൻസി സിറ്റുവേഷൻ അദ്ദേഹത്തിൻ്റെതാണ്. നെർവ് സെന്റർ ഓഫ് ദ സെക്രട്ടറിയേറ്റ്, സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റ് എല്ലാം കൂടി കൂട്ടി അണക്കുന്ന കണ്ണിയാണത്. എല്ലാം ഡയറക്റ്റ് ഇതില്ലേ നമ്മുടെ പല പല സെക്രട്ടറീസും എല്ലാം കോർഡിനേഷൻ ചെയ്തിട്ട് കംപ്ലീറ്റ് പുട്ടപ്പ് ചെയ്യേണ്ടത് ഇയാളുടെ ചുമതലയാണ് നമ്മുടെ. ഓക്കെ, നെക്സ്റ്റ്. So the unit conclusion is the term secretariat refers to the complex of department. വളരെ കോംപ്ലക്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പൊളിറ്റിക്കൽ ലെവൽ. പിന്നെ ചീഫ് സെക്രട്ടറിക്കും വലിയ ഇതൊന്നുമില്ല. അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ചെയ്യേണ്ടി വരും ചിലപ്പോ. കാരണം ഈ രാഷ്ട്രീയ പ്രവർത്തകര് നമ്മുടെ മന്ത്രിമാരൊക്കെ അല്ലേ. മന്ത്രിമാർക്ക് വിദ്യാസമ്പന്നരായ മന്ത്രിമാരുണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്ത മന്ത്രിമാരുണ്ട്. അവർ ഓരോരോ ഇത് പറയും. അപ്പൊ അത് ശരിയോ തെറ്റാണോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ ഈ ചീഫ് സെക്രട്ടറി പിന്നീട് പ്രശ്നങ്ങൾ വരും. അതും കൂടി ഓർക്കണം. ചെയ്യാൻ പാടില്ലാത്ത ചെയ്താൽ പിന്നീട് റിട്ടയർമെന്റിന് ശേഷം അതെ അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വരും പ്രോബ്ലം. മനസ്സിലായില്ലേ? ഉദാഹരണം പറയണോ? ഉദാഹരണം ഈ ചാരക്കേസ് ഇപ്പോഴും എത്ര കാലമായി, 10-30 വർഷത്തെ ഇപ്പോഴും CBI എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അന്നത്തെ CBI നമ്മുടെ പോലീസ് ഇതാണ് CB മാത്യു ആൻഡ് മെനി അതർ പീപ്പിൾ ഇപ്പോഴും അത് അവർക്ക് ചാർജ് ഷീറ്റ് എന്തൊക്കെയാ കൊടുത്തിട്ടിരിക്കുന്നു. അപ്പൊ കളിക്കുന്നതല്ല. അപ്പൊ think before you act. The secretary is having lot of powers and lot of knowledge and experience. While exercising powers, you have to take utmost care. അതായത് രാഷ്ട്രീയ ഈ എന്താ പറയണ്ട, ബോസിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി തെറ്റായ കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യേ, അതിൽ ഇടപെടുകയും ചെയ്യരുത്. നാളെ കൊടുക്കും. കാര്യം മനസ്സിലായില്ലേ? കാരണം യുവർ പോസ്റ്റ് ഈസ് സെക്യൂർഡ് ജോബ്. സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സെക്രട്ടറീസ് ഒക്കെ നിങ്ങൾ തെറ്റായ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ കൊടുക്കും. അപ്പൊ അത് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ മന്ത്രിമാരെ എന്തെങ്കിലും പറയുന്നത് ഇത് ശരിയോ തെറ്റോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവും കൂടി അല്ലെങ്കിൽ അവർ ഉപദേശിക്കേണ്ട കടമ പോലും സെക്രട്ടറീസിനുണ്ട്. നൗ പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ത്രൂ കൺസെപ്ച്വലി ഡിസ്റ്റിങ് കാറ്റഗറീസ് ആർ എ പ്രാക്ടിക്കൽ പ്ലാനർ. പോളിസി നമ്മുടെ പിന്നെ ഈ ക്യാബിനറ്റ് ഒക്കെ പല എടുക്കല്ലോ നമ്മുടെ ഈ അസംബ്ലിയൊക്കെ, അതനുസരിച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. പിന്നെ ഇന്റർലിങ്ക്ഡ് ആണ് അതൊക്കെ, കണ്ടിന്യൂറ്റി ഉണ്ട്. ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു സേ വേർ ദ പോളിസി എൻഡ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ബിഗിൻസ്. പോളിസി ഇറ്റ് ഇസ് എ കണ്ടിന്യൂയിങ് പ്രോസസ്. പോളിസി മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഓരോരോ പോളിസി. ഇപ്പൊ നമുക്ക് എഡ്യൂക്കേഷൻ പോളിസി, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അതേ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വരുന്നു. ആവശ്യത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് പോളിസി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ ആ സമയത്ത് ബിഗിൻസ്. പോളിസി എൻഡ്സ്, അഡ്മിനിസ്ട്രേഷൻ ബിഗിൻസ്. നമുക്ക് ഇതിന്റെ ഇടയിൽ നമ്മുടെ പല ലേബർ ആക്ട് ഉണ്ട്. അതിപ്പോ 108 4 അപ്പോ ആ പോളിസി എൻഡ്സ്, ന്യൂ പോളിസി സ്റ്റാർട്ട്സ്, അഡ്മിനിസ്ട്രേഷൻ. അടുത്ത് ചീഫ് സെക്രട്ടറി എസ് ഹെഡ് ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഓഫ് ദ സ്റ്റേറ്റ് പെർഫോം ദ ഇമ്പോർട്ടന്റ് ലീഡർഷിപ്പ് ആൻഡ് കോർഡിനേഷൻ ഫംഗ്ഷൻ. ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഇനി അടുത്ത യൂണിറ്റ് പാറ്റേൺസ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സെക്രട്ടറിയേറ്റ് ആൻഡ് ഡയറക്ടറേറ്റ്. ഡയറക്ടറേറ്റ് മീനിങ് ദ ഓർഗനൈസേഷൻ പറഞ്ഞു. യെസ്, അവരാണ് ശരിക്കും ഇംപ്ലിമെന്റിങ് അതോറിറ്റീസ്. സെക്രട്ടറീസ് ഞാൻ പോളിസി മേക്കിംഗ് ആണ്, ഇവർ ഇംപ്ലിമെന്റിംഗ് ആണ് ഡയറക്ടറേറ്റ്സ്. ടൈപ്പ് ഓഫ് എക്സിക്യൂട്ടീവ് ഏജൻസീസ്, ബോർഡ് ഓഫ് റവന്യൂ, ഫാക്ടേഴ്സ് ഷേപ്പിംഗ് ദ സെക്രട്ടറിയേറ്റ് ആൻഡ് ഡയറക്ടറേറ്റ്. എന്താണ് സെക്രട്ടറിയേറ്റ്, എന്താണ് ഡയറക്ടറേറ്റ്, അതിനെ പറ്റിയാണ് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ. ദിസ് യൂണിറ്റ് ഡിസ്കസസ് എ ഡൈവേഴ്സ് റേഞ്ച് ഓഫ് ഏജൻസീസ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ
2 state level agencies, Directorates and Board of Revenue. Board ഉണ്ട്, ബോർഡ് ചിലത് ഡയറക്ടറേറ്റ്സും ഉണ്ട്, ബോർഡുണ്ട്. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയട്ടെ, നമ്മുടെ ഇൻകം ടാക്സിൽ സെൻട്രൽ ഗവൺമെന്റിലെ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്, ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ്, ബോർഡ് ഓഫ് സെൻട്രൽ എക്സൈസ്, അതേമാതിരി അങ്ങനെ ബോർഡുണ്ട്. അപ്പോൾ റവന്യൂ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അവരാണ് കളക്ഷൻ ചെയ്യേണ്ട ബോർഡാണ് പലതും, മനസ്സിലായില്ലേ? അപ്പോൾ 2 state level agency, Directorates and the Board of Revenue are discussed and Directorate to Secretary ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഇവിടെ ദിസ് യൂണിറ്റ് ഹൈലൈറ്റ് ദ ഫോളോയിങ് ടേംസ്, കൺസെപ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫാക്ടേഴ്സ് അറ്റ് ദ റീജിയണൽ ലെവൽ. റീജിയണൽ പറഞ്ഞാൽ ലെവൽ ഡയറക്ടറേറ്റ്, അത് കഴിഞ്ഞിട്ട് റീജിയണൽ അഡ്മിനിസ്ട്രേഷൻ ഓരോ റീജിയൻ, അത് കഴിഞ്ഞ് ഡിവിഷണൽ കമ്മീഷണേഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞ് ബോർഡ് ഓഫ് റവന്യൂ ഉണ്ട്, പിന്നെ ഡയറക്ടേഴ്സ് ഉണ്ട്, മീനിങ് ആൻഡ് ഓർഗനൈസേഷൻ ഉണ്ട്, മീനിങ് ആൻഡ് നോമൺ കൾച്ചർ, അതെന്താണെന്ന് വെച്ചാൽ ഓരോ ഡയറക്ടറേറ്റിന്റെ പേര്, ഓർഗനൈസേഷൻ ഓഫ് ഡയറക്ടറേറ്റ്സ് അറ്റ് ദ സ്റ്റേറ്റ് ആൻഡ് സബ് സ്റ്റേറ്റ് ലെവൽസ്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഡയറക്ടറേറ്റ് ആൻഡ് ദ ബോർഡ് ഓഫ് റവന്യൂ, അതായത് 2 സ്റ്റേറ്റ് ലെവൽ ഏജൻസിയാണ്. അതിപ്പോ ആൾറെഡി ഞാൻ പറഞ്ഞു. ദി ഡയറക്ടറേറ്റ് ആർ ദ എക്സിക്യൂട്ടീവ് ആംസ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. അതായത് ഡയറക്ടറേറ്റ് എക്സിക്യൂട്ടീവ് പറഞ്ഞാൽ അവരാണ് ഇംപ്ലിമെന്റിംഗ് അതോറിറ്റീസ്. ഡയറക്ടറേറ്റ് ആർ ദ എക്സിക്യൂട്ടീവ് ആം ഓഫ് ദ ഗവൺമെന്റ്. ദേ ട്രാൻസ്ലേറ്റ് ഇൻടു ആക്ഷൻ, ഇംപ്ലിമെന്റ് ചെയ്യുന്നു. എന്ത് ഡിസിഷൻ എടുത്തോ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഡയറക്ടറേറ്റ് ആണ്. നമുക്ക് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, നോക്കൂ ഉദാഹരണം, നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷൻ, കുട്ടികൾക്ക് പാല് കൊടുക്കണം, മുട്ട കൊടുക്കണം, ഇത് അവർ ഗവൺമെന്റ് തീരുമാനിച്ചു വിചാരിക്കുക. ആരാ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്? ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ ആണ് ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ? വാക്സിനേഷൻ നമുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന 60 വയസ്സിൽ മീതിയുള്ളവർക്ക്, അല്ലെങ്കിൽ 25 വയസ്സിൽ മീതി, ആരാ ചെയ്യേണ്ടത്? ഡയറക്ടർ ഹെൽത്ത് സർവീസസ്. പോളിസി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അവരാണ്. ഓക്കെ, നോ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ ഡയറക്ടേഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവരുടെ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ഉണ്ട്, അതായത് ഇവരുടെ അലൈഡ് ഓഫീസ് ഉണ്ട് ഓരോ സ്ഥലത്ത് റീജിയണൽ ആയിട്ട്. ചില ചെറിയ ഇതിന്റെ ഇവരെ സഹായിക്കാൻ വേണ്ടി വേറെ ചില ഓഫീസ്, അതാണ് സബോർഡിനേറ്റ് ഓഫീസേഴ്സ്. പബ്ലിക് സർവീസ് കമ്മീഷൻ, ഹലോ, പബ്ലിക്, അതിന്റെ സബോർഡിനേറ്റ് ഓഫീസ് ഉണ്ട്. കാരണം ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ക്യാപിറ്റലിലോ ഒരു സ്ഥലത്ത് വെച്ച് വിചാരിക്കുക. ഇപ്പൊ ഉദാഹരണം ഉത്തർപ്രദേശ്, നിങ്ങൾ പോയിട്ട് ലക്നോ, ക്യാപിറ്റൽ ലക്നോയിൽ വിട്ടു വിചാരിക്കുക. ഇത്രയധികം ഭയങ്കര വലിയ സ്റ്റേറ്റ് ആണ് എന്ന് വെച്ചാൽ ഉത്തർപ്രദേശിന്റെ ഒരു സ്റ്റേറ്റിന്റെ ഒരു ഡിസ്ട്രിക്റ്റിന്റെ ഈക്വലന്റ് ടു കേരള സ്റ്റേറ്റ്. ഉത്തർപ്രദേശിലെ ഒരു ഡിസ്ട്രിക്റ്റിന്റെ ഈസ് ഈക്വലന്റ് ടു കേരള സ്റ്റേറ്റ്. അപ്പൊ അതിന്റെ അർത്ഥം എത്ര വിസ്തീർണം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവിടെ ഏതെല്ലാം റീജിയൻ എന്തെല്ലാം വേണമെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി, കാരണം ചിലയിടത്ത് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടുതലാണ് നമ്മുടെ ഇവിടെ ഇതിലൊക്കെ പല സ്റ്റേറ്റിലും, പക്ഷെ ചിലയിടത്ത് അത്രയില്ല. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ ഏരിയ വൈസ് അവർ വലുതായിരിക്കുക. അങ്ങനെ പല സ്റ്റേറ്റ്, വലിയ സ്റ്റേറ്റ്, ചെറിയ സ്റ്റേറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് ഡൈവേഴ്സിറ്റി നമ്മുടെ ഇന്ത്യയുടെ. ഓക്കെ, പിന്നെ വേറൊന്ന്, അപ്പൊ അറ്റാച്ച്ഡ് ഇതുണ്ട്. പിന്നെ ഡിവിഷണൽ റീജിയണൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ഓരോരോ റീജിയണൽ. അതായത് നോക്കൂ, റീജിയണൽ പാസ്പോർട്ട് ഓഫീസ്, ആ റീജിയന്റെ പാസ്പോർട്ട് ഓഫീസ്, റീജിയണൽ ഇൻകം ടാക്സ് ഓഫീസ്, റീജിയണൽ നമ്മുടെ CBSE, ആ റീജിയന്റെ CBSEയുടെ പരീക്ഷ നടത്തുന്ന അവരുടെ ചുമതല അവർക്കാണ് റീജിയണൽ. ഓക്കെ, ഇപ്പൊ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇപ്പൊ ഞാൻ ഇരിക്കുന്ന റീജിയണൽ ഓഫീസിലാണ്. അപ്പൊ ഈ റീജിയണൽ ഓഫീസ് എന്ന് പറയുന്നത് എന്താണ്? ഈ റീജിയന്റെ എത്രയോ സ്റ്റഡി സെന്റർ ഉണ്ട്, അതെല്ലാം ഇതിൽ കൂടിച്ചേർന്നാണ്. അപ്പൊ അവരൊക്കെ കൺട്രോൾ ചെയ്യേണ്ടതാണ് ഈ റീജിയണൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഓരോ റീജിയന്റെ അഡ്മിനിസ്ട്രേഷൻ ആണ് റീജിയണൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, പിന്നെ ഡിവിഷൻ ഓഫ്, അതായത് എന്താ ഡിവിഷൻ പറഞ്ഞാൽ 2, 3, 4 ഡിസ്ട്രിക്ട് ഒക്കെ കൂടിയതാണ്, അതിലൊരു കമ്മീഷണർ ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെ ഡിവിഷണൽ കമ്മീഷൻ, അത് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, വെരി സിമ്പിൾ ആണ് കേട്ടോ. അത് അതായത് 3, 4 ഡിസ്ട്രിക്റ്റോ എല്ലാവരും കൂടിയിട്ട് ഉള്ളതാണ് കമ്മീഷൻ. അപ്പൊ നിങ്ങൾക്ക് യു ഗോ ടു ഹരിയാന ആൻഡ് പഞ്ചാബ് ഓർ സം അതർ സ്റ്റേറ്റ്, 3, 4 അവിടെ ഡെപ്യൂട്ടി കമ്മീഷണർ ഉണ്ട്, കലക്ടർ ഉണ്ട്, പക്ഷെ 3, 4 ഡിസ്ട്രിക്ട് കൂടിയിട്ട് അവിടെ ഡിവിഷണൽ കമ്മീഷണർ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പല വിധത്തിലുള്ള സ്ട്രക്ചർ ഉണ്ട് കേട്ടോ. പിന്നെ ബോർഡ് ഓഫ് റവന്യൂ, യെസ്, ബോർഡ് ഓഫ് റവന്യൂ ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് innovative of a great significance. The institution was created, അതായത് 1786 അതൊക്കെ പണ്ട് ചെയ്തു തന്നെ. ബോർഡ് ഓഫ് റവന്യൂ, ഓക്കെ, ദെൻ ഫൈനാൻസ് കമ്മീഷണർ ഓർ റവന്യൂ ട്രിബ്യൂണൽ, റവന്യൂ, അങ്ങനെ
ഓരോരോ പൈസ കളക്ട് ചെയ്യാനും പൈസ ശേഖരിക്കാനും ഒക്കെ ഉള്ള ഓരോരോ റവന്യൂ, അതായത് ബോർഡ് ഉണ്ട്. മനസ്സിലായോ? പിന്നെ ഇനി ഡയറക്ടറുടെ അടുത്തത് ഡയറക്ടേഴ്സ് മീനിങ് ആൻഡ് ഓർഗനൈസേഷൻ. മീനിങ് as has been explained, the unit secretariat is concerned with പോളിസി ഉണ്ടാക്കുന്നതും നമ്മുടെ ഡയറക്ടറേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യും. എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറക്ടറേറ്റ്. എക്സിക്യൂട്ടീവ് പറഞ്ഞാൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, വളരെ പവർഫുൾ പോസ്റ്റാണ് ഡയറക്ടറേറ്റ്. ഓക്കെ, സോ ദ എക്സിക്യൂട്ടീവ് ഏജൻസീസ് ആർ ഓൾ റൂൾ ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ സെക്രട്ടേറിയറ്റിലായിരിക്കില്ല ഡയറക്ടറേറ്റ്, അത് വേറെ ആയിരിക്കും. അതായത് നമ്മുടെ വേറെ ബിൽഡിങ്ങിലോ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അല്ലാണ്ട് സെക്രട്ടറി ഇരിക്കുക. അപ്പോൾ അവർ വേറെ സ്ഥലത്താണ് ഇരിക്കുക. പല സ്ഥലത്തും ആവാം, പല ഡിസ്ട്രിക്റ്റിലാവാം ഡയറക്ടറേറ്റ്. ഫിഷറീസ് അത് ക്യാപിറ്റലിൽ ആവാൻ പറ്റുമോ? വേറെ എവിടെയെങ്കിലും ആയിരിക്കും. യു ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് എല്ലാ നമ്മുടെ മിനിസ്ട്രിയുടെയും ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയാണ്. ആൾമോസ്റ്റ് കുറെ ഒരു 90% ഡിപ്പാർട്ട്മെന്റ് അറ്റോമിക് എനർജിയുടെ ബോംബെയാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ പല പല ഇതുണ്ട്, ഓരോരോ ഇതുണ്ട്. അപ്പൊ ഇവിടെ ഡയറക്ടറേറ്റ്സും അങ്ങനെയാണ്. പിന്നെ വേറൊന്ന് ഓർഗനൈസേഷൻ ഓഫ് ഡയറക്ടറേറ്റ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് സബ് സ്റ്റേറ്റ് ലെവൽ, അതായത് ഓരോരോ സ്റ്റേറ്റിലെ റീജിയണൽ ലെവലിലുള്ളതും അതേമാതിരിയുള്ള അതിൻ്റെ താഴെയുള്ള ഓരോരോ ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നോക്കൂ, ഇവിടെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, അത് ഡയറക്ടറേറ്റിൻ്റെ അവിടെ. പിന്നെ ജയിൽ ഡിപ്പാർട്ട്മെന്റ് അവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ നാള് അവ കുറച്ച് മുമ്പേ. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ചീഫ് എഞ്ചിനീയർ ഇറിഗേഷൻ. സ്റ്റേഷനറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, കൺട്രോളർ ആൻഡ് so forth. And in other words, although in a large number of cases heads of executive is sometimes directorate. പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യും, കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ അതൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ഒക്കെ ഡയറക്ടറേറ്റ് ഉണ്ട് പലതും. മനസ്സിലായില്ലേ? ആ ഡയറക്ടറേറ്റ് ആണ് അതെല്ലാം ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഡയറക്ടറേറ്റ് ആണ് പലതും ചെയ്യുന്നത്. മറ്റേ സെക്രട്ടറി വേറെ ഒപ്പിടാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ് പോളിസിയൊക്കെ. ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം, ഇദ്ദേഹത്തിന്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. കാരണം ഫീൽഡ് വർക്ക് ചെയ്യുന്നവരും അവിടെ എയർ കണ്ടീഷൻ റൂമിൽ ഇരിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഡയറക്ടർമാർക്കാണ് റിയൽ ആളുകളായിട്ടുള്ള സമ്പർക്കവും എന്താണ് വേണ്ടത്, എന്താണ് മൈനസ്, എന്താണ് പ്ലസ് എന്ന് മനസ്സിലാക്കാൻ ഈ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റൂ. എന്നിട്ട് അതുമാതിരി ഗവൺമെന്റിന് സജസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, പിന്നെ ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവ് ഏജൻസീസ്. അതായത് റോൾ ഓഫ് അറ്റാച്ച്ഡ് ആൻഡ് സബോർഡിനേറ്റ് ഓഫീസേഴ്സ്. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇവിടെ എത്രയോ സബോർഡിനേറ്റ് ഓഫീസ് ഉണ്ടല്ലോ നമ്മുടെ മിനിസ്ട്രി, അതേമാതിരി അവരുടെ ഓരോരോ പല അലൈഡ് ഓഫീസേഴ്സ് ഉണ്ട്, അറ്റാച്ച്ഡ് സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ഉണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഒന്നും ആലോചിച്ച് നോക്കൂ. റീജിയണൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഇല്ലേ, ഡിസ്ട്രിക്ട് ലേബർ ഇതൊക്കെ ഇല്ലേ, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഇല്ലേ. പിന്നെ നമ്മുടെ താലൂക്ക് വൈസ് ചിലപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഉണ്ട് ചിലവർക്ക്, സബ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. ഇതൊക്കെ സബോർഡിനേറ്റ് ഓഫീസേഴ്സ്. അപ്പോൾ റൂൾ അവർക്കൊക്കെ ഓരോരോ റൂളുണ്ട്. ഇവർക്കൊക്കെ ഗവൺമെന്റ് അപ്പോയിന്റഡ് പേഴ്സൺസ് ആണ്, അവർക്ക് അവരുടേതായ റൂളുണ്ട്, പവർ ഓഫ് ഡെലിഗേഷൻ ഉണ്ട്. യെസ്, ബോർഡ് ഓഫ് റവന്യൂ, അപ്പോൾ റൂൾ അറ്റാച്ച്ഡ് സബോർഡിനേറ്റ് ഓഫീസേഴ്സ് പറഞ്ഞില്ലേ. അതായത് നോക്കൊരു ഉദാഹരണം, യൂണിവേഴ്സിറ്റിയുടെ പല സബോർഡിനേറ്റ് ഓഫീസേഴ്സ് പലയിടത്തും ഉണ്ട്. ഈ നമ്മുടെ ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഡൽഹിയുടെ സബോർഡിനേറ്റ് ഓഫീസല്ലത്, റീജിയണൽ ഓഫീസ്. മനസ്സിലായി? ഇപ്പൊ സബോർഡിനേറ്റ് ഓഫീസ് അതായത് മറ്റുള്ള ഹെഡ് ഓഫീസിന്റെ സബോർഡിനേറ്റ്. വി ആർ കോർഡിനേറ്റിംഗ് ആൻഡ് വി ആർ വർക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് സോ ആൻഡ് സോ. അതാണ് സബോർഡിനേറ്റ് ഓഫീസ്. നോ, ബോർഡ് ഓഫ് റവന്യൂ, യെസ്, as suggested, at the state level concerned revenue administration. ബോർഡ് ഓഫ് റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ആണ് ഇത്. പിന്നെ നമുക്ക് പ്ലാനിംഗ് ബോർഡൊക്കെ ഇല്ലേ, ബോർഡ് ഓഫ് റവന്യൂ. നോ, അതിന് പുറമെ ദി പ്രൊസീഡിംഗ് intended to underline the emphasis, the fact unlike the government department which are parcel of the government machinery and create under a stature of virtue of the fact, the board has an existence distinct and separate
ഫ്രം ദ ഗവൺമെന്റ്. ഓക്കെ, അവർക്കൊരു സെപ്പറേറ്റ് ഐഡന്റിറ്റി ഉണ്ട്. പിന്നെ ബോർഡ് ആസ് എ സൂപ്ര എന്ന് പറയുന്ന അപ്പുറത്ത് കവിഞ്ഞ ഡിസ്ട്രിക്ട് ലെവലിന്റെ മീതെ ഉള്ള ഒരു പവർ ഏജൻസി. അതായത് പ്രിൻസിപ്പൽ ജസ്റ്റിഫിക്കേഷൻ ഫോർ ദ ക്രിയേഷൻ ഓഫ് ദ ബോർഡ് ഓഫ് റവന്യൂ ഈസ് ദാറ്റ് റിലീവ്. ഈ ബോർഡ് സബ്മിറ്റ് ചെയ്ത് ഉണ്ടാക്കിയ എന്താ ഗുണം അറിയും? ഗവൺമെന്റിന്റെ കുറേ പ്രശ്നങ്ങൾ അവർ ചെയ്തോളൂ, ഈ ബോർഡ് ചെയ്തോളൂ. അപ്പോൾ നോക്കുള്ളൂ, ഡയറക്റ്റ് ഇൻകം ടാക്സിന്റെ ബോർഡ് അവർ കളക്ട് ചെയ്തോളില്ലേ, അവരല്ലേ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്, റീഫണ്ട് കൊടുക്കുന്നവരാണ്. ഇൻകം ടാക്സ് കൊടുക്കാത്ത ആളുകളെ പിടിക്കുന്നവരാണ്, കേസ് സെറ്റിൽ ചെയ്യുന്നവരാണ്. അപ്പൊ ഗവൺമെന്റ് തലവേദന കുറെ അവസാനിച്ചില്ലേ. കോഫി ബോർഡ്, കോഫി പ്രൊഡക്ഷൻ എല്ലാം, പ്രൊക്യൂർമെന്റ്, സപ്ലൈ, എക്സ്പോർട്ട് എല്ലാ ബോർഡല്ലേ. അതേമാതിരി എക്സാമിനേഷൻ ബോർഡ് CBSE അവരിലെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഗവൺമെന്റിന്, അല്ലെങ്കിൽ അത് ഗവൺമെന്റ് ചെയ്യണ്ടേ? അപ്പൊ ഗവൺമെന്റിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു ബോർഡ്, വേരിയസ് ബോർഡ്. പിന്നെ റിക്രൂട്ട്മെന്റ് ബോർഡ്, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്. ഒന്ന് ആലോചിച്ചു നിങ്ങള്, ഈ ബോർഡ് ഇല്ലെങ്കിൽ എന്തായിരുന്നു സ്ഥിതി, റെയിൽവേയുടെ സ്ഥിതി അറിയാമോ? ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ നെറ്റ്വർക്കിൽ ഒന്നാണ് ഇന്ത്യത്തെ നെറ്റ്വർക്ക് റെയിൽവേ. ഏഷ്യയിലെ രണ്ടാമത്തെയാണ്. അവരുടെ റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ട്. ആ ബോർഡാണല്ലോ റിക്രൂട്ട് ചെയ്യുന്നത്. ആ ബോർഡ് എങ്ങനെയാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നത്? വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട്, വളരെ മിടുക്കന്മാരെ മാത്രമേ അതിൽ, ക്വാളിഫൈഡ് ആളുകളെ മാത്രമേ ചെയ്യൂ, ഗവൺമെന്റിന് ഇത് ചെയ്യൂ. അപ്പോ ഇത് ചെയ്തിട്ടില്ല വിചാരിക്കുക, ഇത് പിന്നെ ആരാ ചെയ്യുക? ഗവൺമെന്റ് ഡയറക്റ്റായിട്ട് ചെയ്യേണ്ടി വരില്ലേ? പക്ഷെ ഈ ബോർഡ് എല്ലാം ചെയ്യലോ. അതേമാതിരി പരീക്ഷ ബോർഡ് നടത്തിയിട്ടില്ല വിചാരിക്കുക, ഈ പരീക്ഷ ആരാ നടത്തുക? ആ പരീക്ഷ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റോ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റോ, പ്രൈമറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നടത്തണ്ടേ? അപ്പൊ അവര് ബോർഡ് ദേ ആർ ഹെൽപ്പിംഗ് ദ ഗവൺമെന്റ്. അപ്പൊ പാറ്റേൺ ഓഫ് റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ സൂപ്പർ ഡിസ്ട്രിക്ട് ലെവൽ. ഇവിടെ എന്താ പറഞ്ഞ വെച്ചാൽ പാറ്റേൺ 1 പറഞ്ഞ അണ്ടർ ദിസ് ദർ ഈസ് ഓൺലി വൺ ഇന്റർമീഡിയറ്റ് ലെവൽ. അതായത് ബോർഡ് ഓഫ് റവന്യൂ ഒറ്റൊന്ന്, റീജിയണൽ ഡിവിഷണൽ ഓഫീസ്, അതേമാതിരി ഒറ്റ ഓഫീസ് ഉള്ളത്. രണ്ടാമത്തെ പാറ്റേൺ 2 എന്ന് പറഞ്ഞാൽ ഇതൊന്ന് വായിച്ചാൽ മതി, ജസ്റ്റ് ഇമ്മീഡിയറ്റ് മനസ്സിലാവും. ബോർഡ് ഓഫ് റവന്യൂ ഉണ്ട്, ഡിവിഷണൽ കമ്മീഷണർ ഉണ്ട്. ചിലയിടത്ത് ബോർഡ് ഓഫ് റവന്യൂ ഉണ്ട്, പിന്നെ ഡിവിഷണൽ കമ്മീഷണേഴ്സ് ഉണ്ട്. പാറ്റേൺ 3 അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബോർഡ് ഈക്വലന്റ് ടു അണ്ടർ ദിസ് പാറ്റേൺ ഫൈനാൻഷ്യൽ കമ്മീഷണർ ഉണ്ട്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ഹെഡ് ക്വാർട്ടേഴ്സ് ലെവലുണ്ട്, ഡിവിഷണൽ കമ്മീഷണേഴ്സ് ഉണ്ട്. അങ്ങനെ 2-3 ഉണ്ട്. പിന്നെ പാറ്റേൺ 4 അതായത് ബോർഡ് നമ്മുടെ റവന്യൂ കളക്ഷനാണ്. അപ്പൊ ദർ ആർ intermediate agencies, but as the case with the pattern, here also there is no board of revenue. The board is equivalent to, under this pattern, the revenue tribunal. ട്രിബ്യൂണലിന്റെ ഡിസിഷൻ ഫൈനൽ ആയിരിക്കും. ഒരു ഇൻകം ടാക്സ് ട്രിബ്യൂണൽ, റെയിൽവേ ട്രിബ്യൂണൽ, അതായത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, അവരുടെ ഡിസിഷൻ ഫൈനലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഗവൺമെന്റിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനുള്ളതാണ്. ദെൻ പാറ്റേൺ 5 ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ദിസ് പാറ്റേൺ പ്രിവലന്റ് ഇൻ ആന്ധ്രാപ്രദേശ്. ഇത് ആന്ധ്രാപ്രദേശിലുള്ളതാണ് പണ്ടത്തെ. അത് കൂടുതൽ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. അതായത് അത് അബോളിഷ് ചെയ്തിരിക്കണു. അവിടെ എന്താണെന്ന് വെച്ചാൽ ലാൻഡ് റെക്കോർഡ്സ് ഉണ്ടല്ലോ, അർബൻ ലാൻഡ് സീലിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഇതിനെ പറ്റിയിട്ടുള്ളതാണ് പാറ്റേൺ 5. ജസ്റ്റ് വായിച്ചാൽ മതി. അതിപ്പോ അബോളിഷ് ചെയ്തിരുന്നു. ഓക്കെ, നൗ ഇനി ഫാക്ട് ഷേപ്പിംഗ് സെക്രട്ടറി ഡയറക്ടർ റിലേഷൻഷിപ്പ്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡിഫറെന്റ് ആസ്പെക്ട് ഓഫ് ദ ഫംഗ്ഷനിങ് ഓഫ് ദ സെക്രട്ടേറിയറ്റ്, ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ എക്സ്പാൻഷൻ ഇൻ ദ സെക്രട്ടേറിയറ്റ്. അതായത് സെക്രട്ടേറിയറ്റിന്റെ ഇത് നമ്മുടെ ഡയറക്ടറേറ്റിന്റെയും വളരെയധികം നമ്മുടെ ഗവൺമെന്റിനെ സഹായിക്കുന്നതാണ് രണ്ടും. പിന്നെ ഇവിടെ വേറെ ഒരു ചെറിയ റിലേഷൻഷിപ്പിൽ ചില പ്രശ്നങ്ങളുണ്ട്, നല്ലതുമാണ്, ചെയ്തിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഒന്ന് നമ്മുടെ പോളിസി ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ്, ഒന്ന് ഇംപ്ലിമെന്റ്. അപ്പൊ എന്തുണ്ടറിയോ, ഈ ചിലപ്പോൾ ക്ലാഷ് വരും. ഈ പറഞ്ഞ മാതിരി ഇംപ്ലിമെന്റ് ചെയ്യാൻ ഫീൽഡ് ചില സമയത്ത് സാധ്യമല്ല. ചില സമയത്ത് അവിടെ പോകുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളും വരും. ഇപ്പൊ ഉദാഹരണം, യു ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് നോട്ട് പൊളിറ്റിക്സ് ഓർ എനിത്തിങ്. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറയാണ്. നത്തിങ് കണക്റ്റഡ് വിത്ത് പൊളിറ്റിക്സ്, നത്തിങ് കണക്റ്റഡ് വിത്ത് പൊളിറ്റിക്സ് പ്ലീസ്. ഐ എം നോട്ട് സപ്പോസ് ടു ടോക്ക് എനിത്തിങ്. ഒരു എക്സാമ്പിൾ നിങ്ങളുടെ ഇൻഫർമേഷൻ വേണ്ടി പറയാണ്. Government of Kerala decided to, silver line or something like that. അതാണ് ഡിസിഷൻ, പോളിസി. ഇത്ര സൂപ്പർ ഫാസ്റ്റ് ട്രെയിന് നമുക്ക് മറ്റേത് സിൽവർ ലൈൻ ട്രെയിൻ വേണം എന്ന് പറഞ്ഞാൽ അവർ ഡിസിഷൻ എടുത്തു. പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്യണ സമയത്ത് ബുദ്ധിമുട്ടുകൾ നേരിട്ടു. ബാക്കി പറയണ്ടല്ലോ.
അപ്പോൾ ഇംപ്ലിമെന്റേഷൻ ആൻഡ് പോളിസി മാറ്റർ ഈസ് സംടൈംസ് അവിടെ ഒരു ക്ലാഷ് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് എല്ലാ ഫീൽഡിലും ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ഞാനത് ഉദാഹരണം രാഷ്ട്രീയപരമായിട്ടല്ലേ, ഒരു ഉദാഹരണം ഞാൻ പറയാണ്. കാരണം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് അവിടുത്തെ റിയൽ നമുക്ക് കഥ അറിയുക ചില സമയത്തേ, മനസ്സിലായില്ലേ? പിന്നെ ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ ആലോചിച്ച് പെട്ടെന്ന് നമ്മൾ SC ST അതിന്റെ ഇമ്പ്രൂവ്മെന്റിനെ പറ്റിയിട്ടൊക്കെ പോകുമ്പോൾ STയുടെ നമ്മളവിടെ പോയിട്ടുള്ള സമയത്ത് അവരുടെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പലതും നമ്മൾ സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള അവർക്ക് പല ഹെൽപ്പ് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പൊ ഇംപ്ലിമെന്റിങ് അതോറിറ്റീസിനാണ് റിയൽ പ്രോബ്ലം വരിക, അല്ലാതെ സെക്രട്ടറീസ് എയർ കണ്ടീഷൻ റൂമിൽ ഇരിക്കുന്നവർക്കല്ല. അപ്പൊ ദർ ക്യാൻ ബി എ എക്സ്ചേഞ്ച് ഓഫ് ഡിസിഷൻ അതിനെ പറ്റിയിട്ടും ഉണ്ടാവും. പിന്നെ ഫങ്ഷനിങ് സെക്രട്ടേറിയറ്റ് ഇതിനെ പറ്റിയിട്ട് എന്താണ്, ഓക്കെ, ചില സമയത്ത് സെക്രട്ടേറിയറ്റിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഡിക്റ്റേറ്ററി ഒരു ബ്യൂറോക്രാറ്റിക് വേയാണ്. അവർ വിചാരിക്കും ഞങ്ങളാണ് സുപ്പീരിയർ, അതെ, പക്ഷെ ഇവർ പറഞ്ഞത് കേൾക്കില്ല ചില സമയത്ത്. അപ്പൊ അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ യഥാർത്ഥ ഡയറക്ടറേറ്റാണ് റിയൽ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്. ഇംപ്ലിമെന്റിങ് അതോറിറ്റിക്കാണ്, അവർക്കല്ലേ അറിയാം. അവിടുന്ന് ഓർഡർ ഇട്ടാൽ പോരല്ലോ, ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് അവർക്കല്ലേ അറിയൂ. ഇപ്പോൾ ഒരു കായൽ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കോസ്റ്റൽ ലൈനിൽ നമ്മുടെ ഗവൺമെന്റ് ലാൻഡിൽ ബിൽഡിംഗ് ഉണ്ടോ ചോദിക്കും. അപ്പോൾ ഇൻ അവർ സ്റ്റേറ്റ് ആൾസോ 3-4 ബിൽഡിങ്സ് കംപ്ലീറ്റ് അവർ നശിപ്പിച്ചു. എത്രയോ 12 നില 14 നിലയുള്ള ബിൽഡിങ്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് ഈസി. ഗവൺമെന്റ് ടുക്ക് എ ഡിസിഷൻ, but implementation is very, very difficult. Lot of approval, environmental issue, and coastal this thing, the navy clearance, so many explosives. ഇതൊക്കെ ക്ലിയറൻസ് വേണം. ഈ ഡെബ്രീസ് എവിടെ കൊണ്ട് ഡിസ്പോസ് ചെയ്യും? ഈ 12 നില ബിൽഡിങ്ങിലൊക്കെ ഓരോന്നിന്റെ ഡെബ്രീസ് കടലിലാണ് വീഴുന്നത്. എങ്ങനെ കടലിൽ നിന്ന് എടുക്കും? കണ്ടാ, മനസ്സിലായോ? അപ്പൊ പോളിസി ഉണ്ടാക്കാൻ എളുപ്പമാണ്, ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. മനസ്സിലായി? അപ്പൊ അതൊക്കെ നമ്മൾ whenever we take a policy, then in consultation with the stakeholders, അസംബ്ലിയിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഇതേമാതിരി ആയിരിക്കണം. പിന്നെ ഇതിന്റെ ചില സമയത്ത് ആർഗ്യുമെന്റ്സ് ഉണ്ട് സെക്രട്ടേറിയറ്റിനെ പറ്റിയിട്ട്. അത് വികസിപ്പിക്കണം. സെക്രട്ടേറിയറ്റ് എന്താ പറ്റുന്നത് അറിയോ? നമ്മൾ സെക്രട്ടേറിയറ്റ് ഇങ്ങനെ വികസിച്ചു വരും, സെക്രട്ടറീസും അഡീഷണൽ സെക്രട്ടറിയും പ്രിൻസിപ്പൽ സെക്രട്ടറിയും പ്രൈവറ്റ് സെക്രട്ടറി. പക്ഷെ ഡയറക്ടറേറ്റിൽ പോകുമ്പോൾ നമുക്ക് ഫീൽഡ് ലെവലിൽ സ്റ്റാഫ് കമ്മിയായിരിക്കും. പിന്നെ വേറൊരു പ്രാധാന്യപ്പെട്ട ഒരു കാര്യം, സെക്രട്ടേറിയറ്റിലെ റിയൽ പ്രൊഫഷണൽസ്, വിദ്യാസമ്പന്നരായ ആളുകൾ ആയിരിക്കും ചില സമയത്ത് കൂടുതൽ. കാരണം ഒന്ന് സിവിൽ സർവൻ്റ് ആയിരിക്കും ഇവരൊക്കെ, പാതി മുക്കാലും വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും. പക്ഷെ ഡയറക്ടറേറ്റിലെ ഫീൽഡ് ലെവലാണ്. അപ്പോൾ അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത്രത്തോളം ഇത് വേണമെന്നില്ല. അപ്പോൾ ആർഗ്യുമെന്റ് അത് സെക്രട്ടേറിയറ്റും പിന്നെ ഡയറക്ടറേറ്റും തമ്മിലുള്ള ചില ഡിഫറൻസ് ഉണ്ടാകും. പിന്നെ എമർജിങ് പാറ്റേൺസ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സെക്രട്ടേറിയറ്റ് ആൻഡ് ഡയറക്ടറേറ്റ്. സ്റ്റാറ്റസ് കോ, അതായത് ഇപ്പോഴത്തെ മെയിൻറ്റെയിൻ ചെയ്യാണ് നല്ലത്, വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. ചില സമയത്ത് ഇഷ്യൂ ഉണ്ട്, അത് നമ്മൾ സോൾവ് ചെയ്യണം. പിന്നെ രണ്ട് പേര് തമ്മിലുള്ള റിലേഷൻ ബ്രിഡ്ജ് ചെയ്യണം. അതാണ് നമ്മുടെ മിനിസ്റ്ററുടെ കടമ, ഗവൺമെന്റിന്റെ കടമ, ചീഫ് മിനിസ്റ്ററുടെ കടമ. ഒരു കോൺഫ്ലിക്റ്റ് പാടില്ല ഈ ഡയറക്ടറേറ്റും സെക്രട്ടേറിയറ്റും. അമാൽഗമേഷൻ, ചില സമയത്ത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിക്കും. അതായത് ഡിപ്പാർട്ട്മെന്റ് അതൊന്നും മതി, ഏതെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഡയറക്ടറേറ്റ് മതി, മറ്റേത് വേണ്ട, അങ്ങനെയുണ്ട് ചിലത്. അപ്പോൾ അഗ്രിമെന്റ് ഫോർ കണ്ടിന്യൂഡ് അമാൽഗമേഷൻ, രണ്ടും കൂടി മെർജ് ചെയ്യുക. ചിലത് രണ്ട് സെപ്പറേറ്റ് ആക്കുക, രണ്ട് ഡിപ്പാർട്ട്മെന്റ് ഇതാകും, ഒന്നതും. ചിലത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിക്കുക. അപ്പൊ അതിൽ ആർഗ്യുമെന്റും ഉണ്ട്, മറ്റേതും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയാനുള്ളത് പിന്നെ ബ്രിഡ്ജ് ഇൻ ദ ഗൾഫ് റിലേഷൻഷിപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ഇതിൽ കൺക്ലൂഷൻ എന്താ വരുന്നത്? ഡയറക്ടറേറ്റ് ഈസ് എൻ എക്സിക്യൂട്ടീവ് ഏജൻസി. ഡയറക്ടറേറ്റ് പറഞ്ഞ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. ചാർജ്ഡ് വിത്ത് ദ റോൾ ഓഫ് ട്രാൻസ്ലേറ്റിംഗ് ദ പോളിസീസ്. പറഞ്ഞല്ലോ, പോളിസി വളരെയധികം ഡിഫിക്കൽട്ടി ഉള്ള ഒരു കാര്യമാണ്. ഫ്രെയിംഡ് അറ്റ് ദ സെക്രട്ടേറിയറ്റ് ലെവൽ ഇൻ ടു ദ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ കോവിഡ് സിറ്റുവേഷൻ, അത് ഇത് ഹെൽത്ത് ഡയറക്ടർ ഹെൽത്ത് സർവീസിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ കോവിഡ് ഇവർക്ക് ഇഞ്ചക്ഷൻ ഇതെല്ലാം കൊടുക്കാനുള്ള, വാക്സിനേഷൻ കൊടുക്കാനുള്ള ഡയറക്ടറേറ്റ് എസ്റ്റാബ്ലിഷ് ഇന്റർമീഡിയറ്റ് ലെവൽ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റ് ബിറ്റ്വീൻ ദ ഹെഡ് ക്വാർട്ടേഴ്സ് ആൻഡ് ദ ഡിസ്ട്രിക്ട്. അപ്പൊ ഈ ഡയറക്ടർമാർക്ക് ഡയറക്ടറേറ്റിന് എന്താണെന്ന് വെച്ചാൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടും റിലേഷൻഷിപ്പ് വേണം എല്ലാ ഡിസ്ട്രിക്റ്റിലും. നമുക്ക് ഡയറക്ടർ ഹെൽത്ത് എന്ന് വെച്ചാൽ പിന്നെ ഡിസ്ട്രിക്ട് ലെവലിലും വേണം. പിന്നെ ബോർഡ് ഓഫ് റവന്യൂ, ദാറ്റ് ഈസ് നമ്മുടെ ഈസ് എൻ ഓർഗനൈസേഷൻ അറ്റ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് to deal with the issues concerning the revenue administration of the state. അതായത് നമ്മുടെ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ പൈസ ഈ ഗവൺമെന്റിന്
ഡ്യൂ ആയ പൈസ ഒക്ട്രോയ് ആയിക്കോട്ടെ, ടോൾ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് പിരിച്ചെടുക്കേണ്ട ചുമതല ബോർഡ് ഓഫ് റവന്യൂവിനാണ്. അതിന്റെ ബേസിസിലാണ് നമ്മൾ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് an autonomous body, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഓക്കെ, വിത്ത് ഡിസ്ട്രിക്ട് സെപ്പറേറ്റ് ഫ്രം ദ മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് മെഷീനറി. അപ്പൊ അതൊരു ഓട്ടോണമസ് ആണ്. പിന്നെ അതുകൊണ്ട് അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ അനുവദിക്കണം. That is the board of revenue. Thank you very much.